നമസ്കാരം. ഇന്ന് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയാണ് നോക്കുന്നത്. വേൾഡ് ഹിസ്റ്ററിയിലെ വിപ്ലവങ്ങളാണ് നോക്കുന്നത്. ആദ്യം ബ്രിട്ടനിലെ വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നേരിട്ട് നമ്മൾ കാര്യത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഗ്ലോറിയസ് റെവല്യൂഷൻ അഥവാ മഹത്തായ വിപ്ലവം എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഏത് വർഷമായിരുന്നു? 1688. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം വർഷം പറഞ്ഞു. ഏത് വർഷമായിരുന്നു? 1688. ഇംഗ്ലണ്ടിൽ സംഭവിച്ച എന്നാ മഹത്തായ വിപ്ലവത്തെ, ഗ്ലോറിയസ് റെവല്യൂഷനെ മറ്റ് പേരുകളിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. രക്തരഹിത വിപ്ലവം അഥവാ ബ്ലഡ് ലെസ്, അല്ലേ, രക്തം ചൊരിക്കാതെ, അല്ലെങ്കിൽ ബ്ലഡ് ലെസ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് കൊട്ടാര വിപ്ലവം എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ പ്യൂരിറ്റൻ വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ഇപ്പോൾ ഏത് വർഷമാണ് നമ്മൾ പഠിക്കുന്നത്? 1688. 1688 നടക്കുന്ന മഹത്തായ വിപ്ലവം, അതിൻ്റെ മറ്റ് പേരുകൾ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക. കൊട്ടാര വിപ്ലവം എന്നറിയപ്പെടുന്നുണ്ട്, അതുപോലെ പ്യൂരിറ്റൻ വിപ്ലവം എന്നറിയപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ രക്തരഹിത വിപ്ലവം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതായത് ബ്ലഡ് ലെസ് റെവല്യൂഷൻ. ആ വിപ്ലവത്തിൽ എന്തുണ്ടായിട്ടില്ല? സൈന്യം, നമ്മൾ സാധാരണ എപ്പോഴും പറയും പോലെ കൊലപാതകങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കുന്നു? രക്തം ഒഴുകാത്തത് അഥവാ രക്തരഹിത വിപ്ലവം എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലെ വിപ്ലവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററി ഒന്ന് പറഞ്ഞു വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് എവിടെ മുതൽ തുടങ്ങുന്നു, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, നമ്മുടെ മാഗ്ന കാർട്ട പോലെയുള്ള പ്രധാന സംഭവങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടേക്ക് വരാം. അപ്പോൾ ആദ്യം ഇംഗ്ലണ്ട് എവിടെയാണ് എന്നൊരു ധാരണ നമുക്കുണ്ടാവണം. ഇപ്പോൾ യൂറോപ്പാണ് നമ്മൾ ഈ കാണിക്കുന്നത്. യൂറോപ്പിൻ്റെ ഈ ഭാഗത്ത് നമ്മളിവിടെ കാണാൻ പറ്റും, ഒരു ദ്വീപായിട്ട് ഒരു ഭാഗം കാണാൻ പറ്റും. അതാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിനടുത്ത് തന്നെ കിടക്കുന്ന വെയിൽസ്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഈ എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ബ്രിട്ടൻ എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആരൊക്കെയുണ്ട്? ഇംഗ്ലണ്ട് ഉണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് വരച്ചു നോക്കാം. അതായത് ഒരു ദ്വീപ് പോലെയാണ് കിടക്കുന്നതെങ്കിൽ അതിൽ ഈ ഭാഗത്തായിട്ട് വെയിൽസ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, വെയിൽസ്. ഇനി മുകൾ ഭാഗത്തായിട്ട് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യമുണ്ട്, സ്കോട്ട്ലൻഡ്. ഇനി ഇതാണ് നമ്മുടെ ഇംഗ്ലണ്ട്, നമ്മൾ പഠിക്കാൻ പോകുന്ന ഇംഗ്ലണ്ട്. ഇനി ഇതിൽ നിന്ന് മാറി ഇപ്പുറത്തേക്കായി മാറി മറ്റൊരു ഐലൻഡ് പോലെ കിടക്കുന്ന മറ്റൊരു രാജ്യമാണ് നമ്മൾ അയർലൻഡ് എന്ന് വിളിക്കുന്ന രാജ്യം, അയർലൻഡ്. അപ്പം ഇവരെ എല്ലാവരെയും ചേർത്തുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടൻ എന്ന പേരിൽ വിളിക്കുന്നത്. ഇതിൽ നമ്മളിപ്പം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിനെയാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കുമ്പോഴത്തേക്ക് ഈ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡിനെയും വെയിൽസിനെയൊക്കെ യുദ്ധം ചെയ്യുകയും ചേർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഐഡിയക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇംഗ്ലണ്ട്, ഇപ്പുറത്ത് വെയിൽസ് ഉണ്ട്, ഇനി മുകളിലായിട്ട് എന്തുണ്ട്? സ്കോട്ട്ലൻഡ് ഉണ്ട്. അതിനും ഇപ്പുറത്തെ സൈഡിലേക്കായിട്ടാണ് കിടക്കുന്നത്? അയർലൻഡ് എന്ന് പറയുന്ന രാജ്യം കിടക്കുന്നത്. ഇവരെല്ലാവരെയും ഒരുമിച്ച് എന്തെന്നറിയപ്പെടും? ബ്രിട്ടൻ എന്ന പേരിൽ അറിയപ്പെടും. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ്. ഇംഗ്ലണ്ടിലെ പ്രധാന രാജവംശങ്ങൾ 4 പ്രധാന രാജവംശങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് പ്ലന്റാജെനറ്റ് രാജവംശം. എന്തായിരുന്നു പേര്? പ്ലന്റാജെനറ്റ് രാജവംശം. എന്ന് മുതലാണ് 1154 മുതൽ 1485 വരെ. അപ്പോൾ പ്ലന്റാജെനറ്റ് രാജവംശത്തിൻ്റെ കാലഘട്ടം 1154 മുതൽ 1485 വരെയാണ് പ്ലന്റാജെനറ്റ് രാജവംശത്തിൻ്റെ കാലഘട്ടം. അത് കഴിഞ്ഞ് 1485 കഴിഞ്ഞതിന് ശേഷം അടുത്ത രാജവംശം വരും. അതിൻ്റെ പേരാണ് ട്യൂഡർ രാജവംശം. എന്നു മുതലാണ്? 1485 മുതൽ 1603 വരെ. 1603 വരെ. അങ്ങനെ രണ്ടാമത്തെ രാജവംശമായി എന്തായിരുന്നു? ട്യൂഡർ രാജവംശം. 1603 കഴിയുമ്പോൾ അടുത്ത രാജവംശം വരും. അതിൻ്റെ പേരാണ് സ്റ്റുവർട്ട് രാജവംശം.
സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ കാലഘട്ടം 1603 മുതൽ 1714 വരെയാണ്. 1714 വരെയാണ്. അതിനുശേഷം 1714 ശേഷമാണെങ്കിൽ അത് ഹബ്നോവേറിയൻ രാജവംശമാണ്. ഹബ്നോവേറിയൻ. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിപ്ലവം നടക്കുന്ന, മഹത്തായ വിപ്ലവം നടന്ന കാലഘട്ടമാണ്. മഹത്തായ വിപ്ലവം നടക്കുന്നത് 1688 1688. അപ്പോൾ ഏത് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലായിരിക്കും അല്ലേ? നമ്മൾ 4 രാജവംശത്തിൻ്റെ പേര് പറഞ്ഞു. ഏത് രാജവംശത്തിൻ്റെ കാലഘട്ടമായിരിക്കും? അതെ, എന്താണ്? സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് എന്ത് നടക്കുന്നത്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്നത്. ഇനി നമ്മൾ ഇതിലെ ആദ്യത്തെ രാജവംശത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏതാണ്? പ്ലന്റാജനറ്റ് രാജവംശം. അപ്പോൾ പ്ലന്റാജനറ്റ് രാജവംശത്തിലെ പ്രധാന സംഭവങ്ങൾ മാത്രമാണ് പറഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോകാം. അപ്പോൾ പ്ലന്റാജനറ്റ് രാജവംശം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാലഘട്ടം ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണെന്ന്. എപ്പോഴാണ്? 1154 മുതൽ 1485 വരെയാണ് പ്ലന്റാജനറ്റ് രാജവംശത്തിൻ്റെ കാലഘട്ടം. 1154 മുതൽ 1485 വരെ. 1485 വരെ. അപ്പോൾ ആ ഒരു കാലഘട്ടമാണ് മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയും പറയാം അല്ലേ? മധ്യകാലഘട്ടത്തിൽ ഇവിടെ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്? പ്ലന്റാജനറ്റ് രാജവംശമാണ്. പ്ലന്റാജനറ്റ് രാജവംശമാണ്. ഈ പ്ലന്റാജനറ്റ് രാജവംശത്തിലെ ഒരു രാജാവാണ് ആര്? എഡ്വേർഡ് ഫസ്റ്റ്. എന്താണ് എഡ്വേർഡ് ഫസ്റ്റ് ചെയ്തത്? എഡ്വേർഡ് ഫസ്റ്റ് ചെയ്തത് വെയിൽസ് അതുപോലെ സ്കോട്ട്ലൻഡ് എന്നീ രാജ്യങ്ങളെ ഇംഗ്ലണ്ടിൻ്റെ നിയന്ത്രണത്തിലാക്കിയ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അതാണ് എഡ്വേർഡ് ഫസ്റ്റ്. ഇപ്പം എന്തായിരുന്നു ചോദ്യം? നമ്മൾ നേരത്തെ വരച്ച് കാണിച്ചിരുന്നു അല്ലേ? ബ്രിട്ടനിൽ ഇംഗ്ലണ്ട് വേറെയാണ്, വെയിൽസ് വേറെയാണ്, മുകളിൽ സ്കോട്ട്ലൻഡ് വേറെയാണ്, അയർലൻഡ് വേറെയാണ്. എല്ലാവരെയും ഒരുമിച്ചാണ് നമ്മളിപ്പോൾ ബ്രിട്ടൻ എന്ന് വിളിക്കുന്നത്. ഇതിലെ ആ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തിലുള്ള രാജാവായിരുന്നു എഡ്വേർഡ് ഫസ്റ്റ്. എഡ്വേർഡ് ഫസ്റ്റ് ആണ് വെയിൽസിനെയും അതുപോലെ സ്കോട്ട്ലൻഡിനെയും ഇംഗ്ലണ്ടിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നത്. വീണ്ടും ഇനി നമ്മൾ 4 സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. പ്ലന്റാജനറ്റ് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ. അതിൽ ഒന്നാമത്തെയാണ് അസൈസ് ഓഫ് ക്ലാരൻഡൺ, അല്ലെങ്കിൽ അസൈസ് ഓഫ് ക്ലാരൻഡോൺ എന്നൊക്കെ പറയുന്നു. അസൈസ് ഓഫ് ക്ലാരൻഡൺ. എന്താണ് അസൈസ് ഓഫ് ക്ലാരൻഡൺ? നടക്കുന്ന വർഷം എന്നാണ്ട് 1166. അപ്പോൾ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് അസൈസ് ഓഫ് ക്ലാരൻഡൺ എന്ന് പറയുന്നത്. അതായത് ആദ്യമായി ഒരു രാജാവ്, ഇത് അന്ന് വരെയും ചെയ്തുകൊണ്ടിരുന്നത് രാജാവിൻ്റെ മുന്നിലേക്ക് എന്തെങ്കിലും കുറ്റം നടക്കുകയാണെങ്കിൽ കുറ്റം ചെയ്ത ആളും അതായത് വാദിയും പ്രതിയും, ചെയ്ത ആളും അതുപോലെ ഒരാൾ വാദി, അതായത് ഒരു അപേക്ഷ കൊടുക്കാൻ വരുമല്ലോ, അതായത് കുറ്റം ചെയ്തു ഇന്ന ആൾ എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഇവർ രണ്ടുപേരും രാജാവിൻ്റെ മുന്നിലെത്തും. രാജാവാണ് അതിൽ കുറ്റം ആര് ചെയ്തു, ഇവന് എന്ത് ശിക്ഷ വിധിക്കണം എന്നൊക്കെ വിധിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഇനി മുതൽ കുറ്റവാളികൾ ഒരു കമ്മിറ്റിയുടെ മുന്നാകെ, അതായത് ഒരു ജൂറിയുടെ മുന്നാകെ വിചാരണ ചെയ്യപ്പെടണം എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എന്താണ്? കുറ്റവാളികൾ ഒരു ജൂറിയുടെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടണം എന്ന് പറഞ്ഞ് ആദ്യമായി വരുന്ന ഒരു സംഭവമാണ് അസൈസ് ഓഫ് ക്ലാരൻഡൺ. ഏത് രാജാവിൻ്റെ കാലത്താണ്? ഹെൻറി സെക്കൻഡിൻ്റെ കാലത്താണ്. നമുക്ക് മനസ്സിലാവും, അതായത് ഒരു രാജാവ് സ്വന്തം അവകാശം അല്ലെങ്കിൽ അധികാരത്തിനെ കുറച്ച് കാണുന്ന കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹം ഒരു ജൂറി ഉണ്ടാക്കിയിട്ട് ആ ജൂറിയുടെ മുന്നിൽ കുറ്റവാളികൾ വിചാരണ ചെയ്യപ്പെടണം എന്ന് പറയുകയാണ്. എന്താണ് ആ സംഭവത്തിൻ്റെ പേര്? അസൈസ് ഓഫ് ക്ലാരൻഡൺ. അസൈസ് ഓഫ് ക്ലാരൻഡൺ. ഏത് വർഷമായിരുന്നു? 1166. രാജാവിൻ്റെ പേരെന്തായിരുന്നു? ഹെൻറി സെക്കൻഡ്. ട്രയൽ ബൈ എ ജൂറി. ഒരു ജൂറിയുടെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടണം. അപ്പോൾ എന്താണ് സംഭവത്തിൻ്റെ പേരാണ്, നല്ലോണം ഓർക്കുക. എന്താണ്? അസൈസ് ഓഫ് ക്ലാരൻഡൺ. അസൈസ് ഓഫ് ക്ലാരൻഡൺ.
ഓക്കെ, അടുത്ത ഒരു സംഭവത്തിലേക്ക് പോകാം. അടുത്ത നമ്മൾ ചെറിയ ക്ലാസ് മുതലേ എന്നും കേൾക്കുന്ന ഒരു സംഭവമാണ് എന്താണ് മാഗ്ന കാർട്ട. എന്താണ് മാഗ്ന കാർട്ട എന്നുള്ളത്? ലോകത്തിലെ ആദ്യ അവകാശ പത്രം എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. ലോകത്തിലെ ആദ്യ അവകാശ പത്രം എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. ലോകത്തിലെ ആദ്യ പൗരാവകാശ രേഖ എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? മാഗ്ന കാർട്ടയാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യ പൗരാവകാശ രേഖ എന്നറിയപ്പെടുന്നതാണ് മാഗ്ന കാർട്ട. എന്നാണിത് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എന്നാണിത് ഒപ്പുവെക്കുന്നതെന്ന് ചോദിച്ചാൽ 1215 ജൂൺ 15-ന് 1215 ജൂൺ 15-ന് ജോൺ സെക്കൻഡ് എന്ന് പറയുന്ന രാജാവ് റണ്ണിമീഡ് മൈതാനത്തിൽ വെച്ചാണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവയ്ക്കുന്നത്. അപ്പം മാഗ്ന കാർട്ടയിൽ ഒപ്പുവയ്ക്കുന്ന രാജാവിൻ്റെ പേരെന്താണ്? ജോൺ സെക്കൻഡ് ആണ്. എവിടെ വെച്ചാണ്? റണ്ണിമീഡ് മൈതാനത്തിൽ വെച്ചാണ്. ഇനി എന്താണ് ഇതിനെ അറിയപ്പെടുന്നത് എന്തെന്നാണ്? ഇത് ലോകത്തിലെ ആദ്യ അവകാശ പത്രം എന്നറിയപ്പെടുന്നത് എന്താണ്? മാഗ്ന കാർട്ടയാണ്. അപ്പോൾ എന്തുകൊണ്ട് അത് അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം? അത് അറിയപ്പെടാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഒന്ന് ഓർമ്മിച്ചാലും മതി. അതായത് ഈ രാജാവ് അവിടെയുള്ള അതായത് രാജാവ് പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് സംഭവിച്ചത്, അവിടെ വർഷങ്ങളായിട്ടുള്ള പ്രഭുക്കന്മാർക്ക് രാജാവിൻ്റെ പുതിയ തീരുമാനങ്ങൾ കാരണം വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായി. അപ്പോൾ ഈ രാജാവിൻ്റെ തീരുമാനങ്ങൾ വലിയ രീതിയിൽ ഇത്തരം സാമ്പത്തിക നഷ്ടം ഉണ്ടായപ്പോഴത്തേക്കും ഈ പ്രഭുക്കന്മാർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല, സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അത്ര വലിയ രീതിയിൽ നഷ്ടം ഉണ്ടാവുകയും തുടർന്ന് ഈ പ്രഭുക്കന്മാരെല്ലാവരും കൂടി ഒത്തുകൂടുകയും രാജാവിനെതിരെ ഇവർ യുദ്ധം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യും. തുടർന്ന് രാജാവും ഈ പ്രഭുക്കന്മാരുടെ രാജാവിൻ്റെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടാൻ വേണ്ടി വരികയും രാജാവിന് ഇത് പരാജയപ്പെടുമെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് രാജാവ് പറയുന്നത്, ഓക്കെ, ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തു തരാം, അംഗീകരിച്ചു തരാം എന്ന് പറയുന്നത്. അതിനെ തുടർന്ന് രാജാവ് ആ പ്രഭുക്കന്മാരല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വെച്ച അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു പത്രത്തിൽ ഒപ്പിടേണ്ടി വന്നു. ഇതാണ് എന്ത്? മാഗ്ന കാർട്ട. ഏത് വർഷമാണ് ഇത് നടക്കുന്നത്? 1215 ജൂൺ മാസം 15-ാം തീയതിയാണിത് നടക്കുന്നത്. ഏത് രാജാവാണ് ഈ ഒപ്പിടേണ്ടി വന്നത്? ആ രാജാവിൻ്റെ പേരാണ് ജോൺ സെക്കൻഡ്. ഇനി എന്തൊക്കെ ആയിരുന്നു ആ അവകാശ പത്രത്തിൽ അവർ മുന്നോട്ട് വെച്ചിരുന്നത്? അവർ വച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ എന്ത് തന്നെയാണ്? റൂൾ ഓഫ് ലോ, അതായത് നിയമവാഴ്ച സ്ഥാപിക്കുന്നത് ഏതുവഴിയാണ്? മാഗ്ന കാർട്ട വഴിയാണ്. അപ്പോൾ മാഗ്ന കാർട്ട വഴിയാണ് നിയമവാഴ്ച സ്ഥാപിക്കുന്നത്. അപ്പോൾ അവരൊരു അവകാശ പത്രം രാജാവിന് മുന്നിലേക്ക് വയ്ക്കുകയാണ്. ആ അവകാശ പത്രത്തിൽ അവർ പറഞ്ഞിരുന്നു അല്ലേ, ഒന്നാമത് അതുപോലെ കുറേ ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ 2-3 പ്രധാന ആവശ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നെന്താണ്? റൂൾ ഓഫ് ലോ, നിയമവാഴ്ച കൊണ്ടുവരുന്നതിന് കാരണമായത് ഈ മാഗ്ന കാർട്ടയാണ്. അതുപോലെ ധനകാര്യ നിയന്ത്രണം പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കണം. അതായത് രാജാവിന് തോന്നുന്ന പോലെ പൈസ എടുത്തങ്ങ് ചെലവാക്കാൻ പറ്റത്തില്ല. പകരം നമ്മളും കൂടി കൂടുന്ന ഈ ഒരു പാർലമെന്റിലായിരിക്കണം പൈസ ചെലവാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം. അപ്പോൾ ഇതും ആ മാഗ്ന കാർട്ടയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മറ്റൊന്നും കൂടി, ഹേബിയസ് കോർപ്പസ് എന്ന നിയമം അല്ലെങ്കിൽ എന്നത് ആദ്യമായി ഉപയോഗിക്കുന്നത് എവിടെ തന്നെയാണ്? മാഗ്ന കാർട്ടയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉടമ്പടി മുന്നിലേക്ക് വയ്ക്കുകയാണ്. രാജാവ് അതിലെന്ത് ചെയ്യുകയാണ്? ഒപ്പിട്ട് കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ആ ഉടമ്പടിയെയാണ്, ആ മഹത്തായ ഉടമ്പടിയാണ് മാഗ്ന കാർട്ട. അതായത് ലാറ്റിൻ ഭാഷയിൽ ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥമാണ് മഹത്തായ ഉടമ്പടി. അപ്പോൾ ഇതൊരു ലാറ്റിൻ വാക്കാണ്. മാഗ്ന കാർട്ട എന്ന ആ ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ചോദിക്കുകയാണെങ്കിൽ അതെന്താണ്? മഹത്തായ ഉടമ്പടി എന്നാണ്. ഇപ്പം മാഗ്ന കാർട്ടയെക്കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു. ആരായിരുന്നു ഇവിടെ രാജാവ്? ജോൺ സെക്കൻഡ് എന്ന് പറയുന്ന രാജാവ്. ഏത് വർഷം? 1215 ജൂൺ 15-ാം തീയതി. എവിടെ വെച്ചാണ്? റണ്ണിമീഡ് മൈതാനത്തിൽ വെച്ചാണ് ഒപ്പിടേണ്ടി വന്നത്.
പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? റൂൾ ഓഫ് ലോ എന്നത് ഒന്നാമത്തെയാണ്. രണ്ടാമത് ധനകാര്യ നിയന്ത്രണം പാർലമെന്റ് കൈകാര്യം ചെയ്യും. അതായത് രാജാവിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണ്ട എന്ന് പറഞ്ഞു വെക്കുകയാണ്. മറ്റൊന്ന് എന്താണ്? ഹേബിയസ് കോർപ്പസ് ആദ്യമായി ഉപയോഗിക്കുന്നതും ഈ മാഗ്ന കാർട്ടയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാഗ്ന കാർട്ട ലോകത്തിലെ ആദ്യ അവകാശ പത്രം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആദ്യ പൗരാവകാശ രേഖ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഇനി ഈ മാഗ്ന കാർട്ട ആദ്യമായ ഒരു അവകാശ പത്രമായി വന്നതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു അവകാശം ഒരാൾക്ക് നേടിക്കൊടുക്കുന്ന ഏത് ഒരു ആക്ടിനെയും നിയമത്തെയും നമ്മൾ പിന്നീട് മാഗ്ന കാർട്ട എന്ന വാക്ക് വെച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറയാറുണ്ട്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ജനത, അല്ലേ? ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ജനതയുടെ കുറേ അവകാശങ്ങളൊക്കെ അവരുടെ അവകാശങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വരുന്ന ആദ്യത്തെ ഒരു പ്രമാണത്തെ ആയിരിക്കും നമ്മൾ ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അങ്ങനെ വന്ന ആദ്യ പ്രമാണം 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. അപ്പോൾ 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്തെന്നറിയപ്പെടും? ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടും. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട. ഇന്ത്യൻ ഭരണഘടനയിൽ ഈ അവകാശങ്ങളൊക്കെ ഉറപ്പാക്കുന്ന ഒരു ഭാഗം ഏതാണത്? അത് മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ഭാഗം 3 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ വിദ്യാഭ്യാസം, ഇന്ത്യയിലെ കുട്ടികൾ ഏത് മീഡിയത്തിലാണ് വിദ്യാഭ്യാസം ചെയ്യേണ്ടത്? ചെറിയ ക്ലാസ്സുകളിൽ അവരുടെ തന്നെ സ്വന്തം ഭാഷ പഠിക്കണം. പിന്നീട് ഹൈസ്കൂളുകളിൽ അവരുടെ സ്വന്തം ഭാഷയോടൊപ്പം ഇംഗ്ലീഷും കൂടി പഠിക്കണം. കോളേജ് വിദ്യാഭ്യാസം ഇംഗ്ലീഷിലായിരിക്കണം. തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട രേഖയാണ്. അത് 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ്. എന്തെന്നറിയപ്പെടും? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണം, അതായത് നമ്മുടെ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി മുതലായവ, ഇവയുടെയൊക്കെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണത്? അത് 1882 പാസ്സാക്കിയ LSG ആക്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട്. ആരാണ് പാസ്സാക്കിയത്? ആരുടെ കാലഘട്ടത്താണ് അത്? റിപ്പൺ പ്രഭു എന്ന് പറയുന്ന വൈസ്രോയിയുടെ കാലത്താണ് അത് പാസ്സാക്കുന്നത്. അപ്പം റിപ്പൺ പ്രഭു പാസ്സാക്കിയ LSG ആക്ട് ആണ്. ലോക്കൽ LGS എന്നായിപ്പോയി, LSG ആണ്. അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് LSG ആക്ട് ആണ്. LSG ആക്ട് ആണ് എന്താണെന്ന് അറിയപ്പെടും? ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ മാഗ്ന കാർട്ട. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട് പാസ്സാക്കുന്നത് 1882. ആരുടെ കാലഘട്ടം? റിപ്പൺ പ്രഭുവിൻ്റെ കാലഘട്ടം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട. തിരുവിതാംകൂറിലെ കർഷകർക്ക് ഭൂമി പതിച്ചു കിട്ടുന്നത്, സർക്കാർ ഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകർക്ക് ആ ഭൂമി പതിച്ചു കൊടുക്കുന്ന പ്രമാണമാണ്. അതാണ് എന്ത്? 1865 പണ്ടാരപ്പാട്ട വിളംബരം എന്തെന്നറിയപ്പെട്ടു? തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട. ഇനി മാഗ്ന കാർട്ടയുടെ വിശേഷണങ്ങളാണ്. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്ന് മാഗ്ന കാർട്ടയെ വിശേഷിപ്പിച്ചു, അല്ലേ? ആരാണ് വിശേഷിപ്പിച്ചത്? അത് വില്യം പീറ്റ്. ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്ന് മാഗ്ന കാർട്ടയെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് വില്യം പീറ്റ് ആണ്. അടുത്തത്, നമ്മുടെ അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യങ്ങളുടെയും ഏറ്റവും പ്രശസ്തമായ നാഴികക്കല്ല് എന്ന് മാഗ്ന കാർട്ടയെ വിശേഷിപ്പിച്ചതാരാണ്? അത് വിൻസ്റ്റൺ ചർച്ചിലാണ്. നമ്മുടെ അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യങ്ങളുടെയും ഏറ്റവും പ്രശസ്തമായ നാഴികക്കല്ല് എന്ന് മാഗ്ന കാർട്ടയെ വിശേഷിപ്പിച്ച ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാഗ്ന കാർട്ടയെ കുറിച്ച് പറഞ്ഞു. അപ്പം നമ്മൾ 2 കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത് അസൈസ് ഓഫ് ക്ലാരൻഡോൺ. ഓക്കെ, വർഷം ഓർമ്മയുണ്ടല്ലോ, 1166. രാജാവ് ആരായിരുന്നു? ഹെൻറി II.
ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. അടുത്ത് എന്ത് പറഞ്ഞു? അടുത്തതാണ് നമ്മൾ പറഞ്ഞത് മാഗ്ന കാർട്ട. എന്താണ് മാഗ്ന കാർട്ട? ലോകത്തിലെ ആദ്യ അവകാശ പത്രമാണ് മാഗ്ന കാർട്ട. വർഷം ഓർമ്മിക്കണം, 1215 ജൂൺ 15 രാജാവിനെ ഓർമ്മിക്കണം, ആരാണ്? ജോൺ സെക്കൻഡ് ആണ്. പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, റൂൾ ഓഫ് ലോ കൊണ്ടുവന്നത്. രണ്ടാമത്തേത് ധനകാര്യ നിയന്ത്രണം, പാർലമെന്റ് ആണ്. മൂന്നാമത്തേത് എന്ത് പറഞ്ഞു? മൂന്നാമത് എന്ത് പറഞ്ഞത്? ഹേബിയസ് കോർപ്പസ്. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ജനതയുടെ ഏത് പറഞ്ഞു? ഏതായിരുന്നു അത്? വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്, 1858. ഇന്ത്യൻ വിദ്യാഭ്യാസം പറഞ്ഞു, 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണം പറഞ്ഞു, 1882 ആരാണ്? റിപ്പൺ പ്രഭു പാസാക്കിയ LSG, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട് ആണ്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട അതേതായിരുന്നു? അത് 1865 പണ്ടാരപ്പാട്ട വിളംബരമാണ്. ശതവത്സര യുദ്ധം അഥവാ നൂറ്റാണ്ട് അല്ലെങ്കിൽ നൂറ്റാണ്ട് യുദ്ധം. ഇപ്പം ശതവത്സര യുദ്ധം അല്ലെങ്കിൽ നൂറ്റാണ്ട് യുദ്ധത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ്ട് 100 വർഷത്തിൽ കൂടുതൽ ചിലപ്പോൾ എന്തുണ്ടായിരിക്കാമെന്ന്, യുദ്ധം ഉണ്ടാവുകയെന്ന്. അതെ, കറക്റ്റാണ്. 116 വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 1337 മുതൽ തുടങ്ങി 1453 വരെ നീണ്ടു നിന്ന യുദ്ധത്തെക്കുറിച്ച്. യുദ്ധത്തിൻ്റെ പേരാണ് ശതവത്സര യുദ്ധം. അപ്പോൾ ഇത് എന്താണ് സംഭവം? തെക്ക് കിഴക്കൻ ഫ്രാൻസിലെ അക്വിറ്റൈൻ പ്രദേശങ്ങൾക്ക് വേണ്ടി, നമുക്കറിയാം യൂറോപ്പിൽ നിന്ന് മാറി, ഇപ്പം യൂറോപ്പ് ഇതാണെങ്കിൽ യൂറോപ്പിൽ നിന്ന് മാറി ഒരു ഐലൻഡ് പോലെയാണ് എന്തുള്ളത്? നമ്മുടെ ദ്വീപരാഷ്ട്രമായിട്ടുള്ള ഇംഗ്ലണ്ട് ഉള്ളത്. ആ ഇംഗ്ലണ്ടും ഇപ്പുറത്ത് യൂറോപ്പിൻ്റെ കിടക്കുന്ന ഒരു രാജ്യമായ ഫ്രാൻസും തമ്മിൽ, ഇപ്പോൾ ഇതാണ് ഫ്രാൻസ് നിങ്ങൾ കരുതുക, ഈ ഫ്രാൻസും തമ്മിൽ, ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് ശതവത്സര യുദ്ധം അഥവാ നൂറ്റാണ്ട് യുദ്ധം. 116 വർഷം നീണ്ടു നിന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഫ്രാൻസിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള അക്വിറ്റൈൻ പ്രദേശങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാലത്ത് യുദ്ധം നടക്കുന്നത്. എന്താ ഈ അക്വിറ്റൈൻ പ്രദേശത്തിൻ്റെ പ്രത്യേകത? അക്വിറ്റൈൻ പ്രദേശങ്ങൾക്ക് ഫലഭൂഷ്ടിയുള്ള മണ്ണുണ്ട്, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണാണ്. അന്നത്തെ കാലത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം ഈ ഭൂമിയാണ്. കൃഷി ചെയ്യാൻ പറ്റുന്ന ഭൂമിയാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു. അപ്പോൾ അവർ ചെയ്തത് എന്തിനാണ്? ആ ഭൂമി നേടിയെടുക്കുക എന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രാൻസിലേക്കുള്ള അക്വിറ്റൈൻ പ്രദേശങ്ങൾക്ക് വേണ്ടി ഇംഗ്ലണ്ടും ആ ഫ്രാൻസുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് നൂറ്റാണ്ട് യുദ്ധം. ആരുടെ കാലത്താണ് ഇത് തുടങ്ങുന്നത്? എഡ്വേർഡ് മൂന്നിൻ്റെ കാലത്താണ് അക്വിറ്റൈൻ പ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം തുടങ്ങുന്നത്. പിന്നീട് അത് നീണ്ടുപോകുന്നുണ്ട് 116 വർഷത്തോളം. ഈ യുദ്ധത്തിനിടയിലുള്ള ഒരു വനിതയുടെ പേരാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അവരുടെ പേരാണ് ജോവാൻ ഓഫ് ആർക്ക്. ഫ്രാൻസിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇംഗ്ലണ്ടിൽ നിന്ന് ഫ്രാൻസിലേക്ക് എല്ലാവരും യുദ്ധം ചെയ്യാൻ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഫ്രാൻസിലെ ഒരു നഗരമാണ് ഓർലിയൻസ് എന്ന് പറയുന്ന നഗരം. ആ ഓർലിയൻസ് എന്ന് പറയുന്ന നഗരത്തെ സംരക്ഷിക്കാനായിട്ട് അവിടെയുള്ള ഒരു പെൺകുട്ടി, അതായത് ചെറിയ പ്രായമാണ്, അപ്പോൾ ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കുറേ നാട്ടുകാരെ എല്ലാവരെയും കൂടി സംഘടിപ്പിച്ച് വന്ന് ഈ ഇംഗ്ലണ്ടിലെ നിന്ന് വന്ന പട്ടാളക്കാർക്കെതിരെ പോരാടുന്നുണ്ട്. ആ പോരാടിയ വനിത അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പേരാണ് എന്ത്? ജോവാൻ ഓഫ് ആർക്ക്. ഏത് നഗരത്തെ സംരക്ഷിക്കാനായിട്ട്? ഫ്രാൻസിലെ ഓർലിയൻസ് നഗരത്തെ സംരക്ഷിക്കുവാനായിട്ട് പോരാടിയ വനിതയാണ് അല്ലെങ്കിൽ ബാലികയാണ് ജോവാൻ ഓഫ് ആർക്ക്. പിന്നീട് എന്ത് ചെയ്യപ്പെട്ടു? അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വനിതയെ എന്തെന്ന് വിളിക്കും? മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ആദ്യം തന്നെയാണ് ജോവാൻ ഓഫ് ആർക്ക് തന്നെയാണ്. പക്ഷേ പിന്നീട് 1431 ആ കുട്ടിയുടെ 19ാമത്തെ വയസ്സിൽ മതനിന്ദ കുറ്റം ചുമത്തി അവരെ ജീവനോടെ അഗ്നിക്കിരയാക്കുന്നുണ്ട്. അപ്പോൾ ജോവാൻ ഓഫ് ആർക്ക് ഏത് നാട്ടിലുള്ളതാണ്? ഫ്രാൻസിലുള്ളതാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന സൈനികർക്കെതിരെ പോരാടിയ വനിതയാണ്. പിന്നീട് മതനിന്ദ കുറ്റം ചുമത്തി 19ാം വയസ്സിൽ ജീവനോടെ അഗ്നിക്കിരയാക്കുന്നുണ്ട്. കുറേ വർഷം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അന്ന് ചെയ്തത് ഒരു തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന സമൂഹം പിന്നീട് 1920 മെയ് 16
ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ ജോവാൻ ഓഫ് ആർക്കിനെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നുണ്ട്. ആരായിരുന്നു? ജോവാൻ ഓഫ് ആർക്കിനെ ആരാണ് വിശുദ്ധയെ പ്രഖ്യാപിച്ചത്? ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ വിശുദ്ധയെ പ്രഖ്യാപിച്ചു 1920 മെയ് 16. അപ്പോൾ ഈ ജോവാൻ ഓഫ് ആർക്ക് എന്ന പേരിൽ നമ്മുടെ ഇന്ത്യയുടെ കോണ്ടക്സ്റ്റിലും കുറച്ച് പേര് നമ്മൾ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ 1857 വിപ്ലവത്തിൽ ശക്തമായി പോരാടിയ വനിതയാണ് നമുക്കറിയാം ഝാൻസി റാണി അഥവാ റാണി ലക്ഷ്മിഭായി. ആ റാണി ലക്ഷ്മിഭായി 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി കേരളത്തിലേക്കാണെങ്കിൽ കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് അക്കാമ ചെറിയാനാണ്. കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരാണ്? അത് അക്കാമ ചെറിയാനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പറഞ്ഞു? ശതവത്സര യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലിയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ നിന്നതുകൊണ്ടാണ് നമ്മൾ ആരെ പഠിച്ചത്? ജോവാൻ ഓഫ് ആർക്കിനെ പഠിച്ചത്. അങ്ങനെ ഇതാണ് ശതവത്സര യുദ്ധം. പിന്നീട് ആ ഒരു ഇംഗ്ലണ്ടിൽ, മധ്യകാല ഇംഗ്ലണ്ടിൽ വന്ന ഒരു വാക്കാണ്, നമ്മൾ ഇപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളൊരു വാക്കാണ് കർഫ്യൂ. പ്രദേശങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നാട്ടുകാർ ഒരുപാട് പേര് കൂട്ടം കൂടി നിൽക്കുക അല്ലെങ്കിൽ കൂടി നിന്ന് പ്രശ്നം വഷളാക്കാതിരിക്കാനൊക്കെ ആയിട്ടും വീണ്ടും കൂടുതൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പോലീസ് കർഫ്യൂ പ്രഖ്യാപിക്കാറുണ്ട്. അതായത് ആൾക്കാർ കൂട്ടം കൂടാതിരിക്കാൻ വേണ്ടി വീട്ടിനകത്ത് അടച്ചിരിക്കാൻ വേണ്ടിയാണ് കർഫ്യൂ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ കർഫ്യൂ എന്ന വാക്ക് ഉടലെടുക്കുന്നത് മധ്യകാല ഇംഗ്ലണ്ടിലാണ്. എന്താണെന്നു ആ വാക്കിൻ്റെ മീനിങ്? വാക്കിൻ്റെ മീനിങ് കവർ ദ ഫയർ എന്നാണ് കർഫ്യൂ എന്ന വാക്കിൻ്റെ അർത്ഥം. കവർ ദ ഫയർ എന്നാണ് കർഫ്യൂ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്താണ് ചെയ്തത്? അതായത് അന്നത്തെ കാലത്ത് നമുക്കറിയാം വീടുകളെല്ലാം തടി കൊണ്ട് നിർമ്മിക്കുന്നതാണ്. മുകളിൽ പുല്ലാണ് എന്ത് ചെയ്യുന്നത്? മേയുന്നത്. അപ്പോൾ അന്ന് ഈ നമ്മളിവിടെ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കും പോലെയാണ് അവരും എന്ത് ചെയ്തിരുന്നത്? രാത്രി കാലങ്ങളിൽ വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മറിഞ്ഞും മറ്റുമൊക്കെ അവിടെ കൂടുതൽ വീടുകളും കത്തിപ്പോകുന്നത് ഒരു പതിവായതോടുകൂടി കൃത്യം രാത്രി 8 മണിക്ക് അവിടെ എന്ത് ചെയ്യും? മണി മുഴക്കുമ്പോഴത്തേക്ക് എല്ലാവരും ആ തീ എന്ത് ചെയ്യുക? കെടുത്തുക, തീ മൂടി വയ്ക്കുക, അല്ലെങ്കിൽ തീ കെടുത്തുക, അല്ലെങ്കിൽ തീ അണയ്ക്കുക. ഇതാണ് അവരുടെ ആവശ്യം. അതിനുവേണ്ടി അവർ ആ ഒരു മണി മുഴക്കിയിരുന്നു. അതാണ് ഏത് വാക്കായി അല്ലെങ്കിൽ മാറുന്നത്? കർഫ്യൂ എന്ന വാക്കായി മാറുന്നത്. മധ്യകാല ഇംഗ്ലണ്ടിൽ നഗരത്തിലെ തീപിടുത്തം ഒഴിവാക്കാൻ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വീടുകളിലെ തീ പൂർണ്ണമായും അണയ്ക്കുന്നതിന് മണി മുഴക്കിയിരുന്നു. ഇതാണെന്നറിയുന്നത് കർഫ്യൂ എന്നറിയപ്പെടുന്നത്. അടുത്ത സംഭവത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്തതാണ് റോസ് യുദ്ധങ്ങൾ. ഏത് കാലഘട്ടത്തിൽ തന്നെയാണ്? രാജാവിൻ്റെ എന്നല്ല, ഏത് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ്? പ്ലന്റാജനറ്റ് രാജവംശത്തിൻ്റെ കാലത്താണ്. അപ്പോൾ റോസ് യുദ്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. രാജവംശം പ്ലന്റാജനറ്റ് രാജവംശം. പ്ലന്റാജനറ്റ് രാജവംശത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന രാജാവാണ് എഡ്വേർഡ് III. നമ്മൾ നേരത്തെ പറഞ്ഞു എഡ്വേർഡ് IIIയുടെ കാലത്താണ് എന്ത് ആരംഭിക്കുന്നത്? നൂറ്റാണ്ട് യുദ്ധം അഥവാ ശതവത്സര യുദ്ധം ആരംഭിക്കുന്നത്. ഈ എഡ്വേർഡ് IIIനെ പിന്തുണച്ചിരുന്ന 2 വിഭാഗങ്ങളാണ് യോർക്കിസ്റ്റുകളും അതുപോലെ തന്നെ ലെങ്കാസ്ട്രിയൻസും. യോർക്കിസ്റ്റുകളും അതുപോലെ തന്നെ ആരാണ്? ലെങ്കാസ്ട്രിയൻസും. യോർക്കിസ്റ്റുകൾ അവരുടെ ചിഹ്നമായി വെച്ചത് എന്താണ്? വെള്ള റോസാപ്പൂക്കളാണ്. യോർക്കിസ്റ്റുകളുടെ ചിഹ്നം വെള്ള റോസാപ്പൂവും അതുപോലെ ലെങ്കാസ്ട്രിയൻസിൻ്റെ ചിഹ്നം എന്തുവാണ്? ചുവന്ന റോസാപ്പൂക്കളുമാണ്. യോർക്കിസ്റ്റുകളുടെ ചിഹ്നം വെള്ള റോസാപ്പൂവും അതുപോലെ ലെങ്കാസ്ട്രിയൻസിൻ്റെ ചിഹ്നം ചുവന്ന റോസാപ്പൂവുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പോകുന്നത്? അടി ഉണ്ടാക്കാൻ പോകുന്നത്. എന്തിനായിരിക്കും? ഞാൻ പറയുന്ന ആളിനെ ഇനി രാജാവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യോർക്കിസ്റ്റുകളും അതുപോലെ ലെങ്കാസ്ട്രിയൻസിനും പരസ്പരം എന്ത് ചെയ്യാൻ പോവുകയാണ്? അടി ഉണ്ടാക്കാൻ പോവുകയാണ്. ആ അടിയെയാണ് നമ്മൾ ഇനി എന്തെന്ന് വിളിക്കാൻ പോകുന്നത്? ഈ റോസ് യുദ്ധം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കാരണം എന്തായിരുന്നു? യോർക്കിസ്റ്റിൻ്റെ ചിഹ്നം വെള്ള റോസാപ്പൂവായിരുന്നു, ലെങ്കാസ്ട്രിയൻ്റേത് ചുവന്ന റോസാപ്പൂ. ഈ 2 കൂട്ടരും അടി വെള്ള റോസാപ്പൂവും ചുവന്ന റോസാപ്പൂവും തമ്മിലുള്ള അടി പോലെ നമ്മൾ കണക്കാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് എന്തെന്നറിയപ്പെട്ടു? റോസ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടത്. എഡ്വേർഡ് IIIൻ്റെ കാലശേഷം കിരീടവാഴ്ചയ്ക്ക് വേണ്ടി യോർക്കിസ്റ്റ് ലെങ്കാസ്ട്രിയൻ കക്ഷികൾ തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് റോസ് യുദ്ധങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ.
അപ്പോൾ ഈ യുദ്ധം അവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നടക്കും. അവസാനം ആര് വിജയിക്കും? ലങ്കാസ്ട്രിയൻ കക്ഷികൾ വിജയിക്കും. അപ്പോൾ ആരെങ്കിലും ഒരാൾ കൂടുതൽ മെച്ചപ്പെടും, അല്ലെങ്കിൽ ഒരാൾ വിജയിക്കേണ്ടി വരും. അപ്പോൾ ആര് വിജയിച്ചിട്ട്? ലങ്കാസ്ട്രിയൻ കക്ഷികൾ വിജയിച്ചു. ആ ലങ്കാസ്ട്രിയൻ കക്ഷികൾ അവർ പറഞ്ഞ വ്യക്തിയെ എന്ത് ചെയ്യേണ്ടി വന്നു? അങ്ങനെ രാജാവാക്കേണ്ടി വന്നു. അതായത് എഡ്വേർഡ് ഫോറിനെ പിന്നീട് കിരീടാവകാശിയാക്കി മാറ്റി. ഇപ്പോൾ എഡ്വേർഡ് മൂന്നിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എഡ്വേർഡ് ഫോറിനെ രാജാവാക്കി മാറ്റി. എഡ്വേർഡ് ഫോർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണശേഷം, അതായത് എഡ്വേർഡ് ഫോറിൻ്റെ മരണശേഷം 12 വയസ്സ് മാത്രം പ്രായമുള്ള എഡ്വേർഡ് ഫോറിൻ്റെ മകനാണ്, എഡ്വേർഡ് ഫോറിൻ്റെ മകൻ്റെ പേരാണ് എഡ്വേർഡ് 5. എഡ്വേർഡ് 5നെ അധികാരത്തിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ എഡ്വേർഡ് ഫോറിന് ശേഷം 12 വയസ്സുകാരൻ മാത്രമാണ് അല്ലേ, അദ്ദേഹത്തിൻ്റെ മകനാണ് എഡ്വേർഡ് 5. എഡ്വേർഡ് 5 എന്തിലേക്ക് വരും? അധികാരത്തിലേക്ക് വരും. ഈ എഡ്വേർഡ് 5നെ വധിച്ചുകൊണ്ട് റിച്ചാർഡ് 3 അല്ലെങ്കിൽ റിച്ചാർഡ് മൂന്നാമൻ എന്ന് പറയുന്ന ആള് വീണ്ടും അധികാരത്തിലേക്ക് വരും, ഭരണത്തിലേക്ക് വരും. അപ്പോൾ ഈ റിച്ചാർഡ് 3ൻ്റെ ഭരണം ജനങ്ങൾക്കത്ര ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ആ ജനങ്ങൾ മറ്റൊരാളോട് പോയി പറയുകയാണ്, ഈ റിച്ചാർഡിനെ വധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഭരണം ഏറ്റെടുക്കണം, ഇംഗ്ലണ്ടിൻ്റെ ഭരണം ഏറ്റെടുക്കണമെന്ന്. അങ്ങനെ ജനങ്ങളുടെ ആവശ്യപ്രകാരം റിച്ചാർഡ് മൂന്നിനെ ബോസ്വർത്ത് ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, ബോസ്വർത്ത് ഫീൽഡിൽ വെച്ച് വധിച്ചുകൊണ്ട് ഹെൻറി ട്യൂഡർ എന്ന് പറയുന്ന ആള് പുതിയ രാജാവായി മാറി. ഹെൻറി ട്യൂഡർ എന്ന് പറയുന്ന ആൾ എന്തായി? രാജാവായി അല്ലേ. ഇതിൽ അവസാന വാക്കാണ് എന്ത്? ട്യൂഡർ. നമ്മുടെ രണ്ടാമത്തെ രാജവംശം ഹെൻറി ട്യൂഡർ സ്ഥാപിക്കുകയാണ്. അതായത് ട്യൂഡർ രാജവംശം സ്ഥാപിച്ചു. ആര്? ഹെൻറി ട്യൂഡർ. അപ്പോൾ ഹെൻറി ട്യൂഡർ രാജവംശം സ്ഥാപിച്ചു. അപ്പോൾ ഏത് വർഷമായി കാണും ഇത്? 1485 അതായത് 1154 മുതൽ 1485 വരെ പ്ലന്റാജനറ്റ് രാജവംശത്തിൻ്റെ കാലഘട്ടമാണ്. 85 നമ്മുടെ ട്യൂഡർ രാജാവ് പുതിയതായി വരും, ഹെൻറി ട്യൂഡർ വരും, ട്യൂഡർ രാജവംശം സ്ഥാപിക്കും. അപ്പോൾ നമുക്ക് അടുത്ത രാജവംശത്തിലേക്ക് പോകാം. ട്യൂഡർ രാജവംശം. അതെ, ട്യൂഡർ രാജവംശം ഏതാണ് കാലഘട്ടം? 1485 മുതൽ 1603 വരെയാണ് കാലഘട്ടം. ഹെൻറി ട്യൂഡർ ഹെൻറി ഏഴാമൻ എന്നും അറിയപ്പെട്ടു. ഹെൻറി ഏഴാമൻ എന്ന പേര് അല്ല അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഹെൻറി ഏഴാമൻ എന്നറിയപ്പെട്ടു. ഈ ഹെൻറി ഏഴാമൻ പിന്നീട് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 2 കക്ഷികൾ ഉണ്ടായിരുന്നു എന്ന്. ആരൊക്കെയായിരുന്നു? ലങ്കാസ്ട്രിയൻസും അതുപോലെ ആരായിരുന്നു? യോർക്കിസ്റ്റുകളും ലങ്കാസ്ട്രിയൻസും. ഈ യോർക്കിസ്റ്റുകളും ലങ്കാസ്ട്രിയൻസും തമ്മിൽ അപ്പോഴും ആ ഒരു വൈര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം മാറണം, നിങ്ങൾ ഒരുമിക്കണം എന്ന് പറഞ്ഞ് ഈ രാജാവ് ഹെൻറി ട്യൂഡർ മുന്നോട്ട് വരികയും അങ്ങനെ യോർക്കിസ്റ്റുകളെയും ലങ്കാസ്ട്രിയൻസിനെയും ഹെൻറി ഏഴാമൻ എന്ത് ചെയ്യുകയും ചെയ്തതേ? ഒരുമിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി ഇപ്പോൾ യോർക്കിസ്റ്റിനും ലങ്കാസ്ട്രിയൻസിനും പരസ്പരം ഒരു പ്രശ്നവും ഇല്ല, മുന്നോട്ട് പോവുകയും. അതുപോലെ തന്നെ ഈ ട്യൂഡർ രാജാക്കന്മാർ പാർലമെൻറ്റുമായിട്ട് സഹകരിച്ചാണ് അവർ ഭരണം നടത്തിയത്. അതായത് കൂടുതൽ അധികാരം അപ്പോൾ ആർക്ക് തന്നെയായിരുന്നു? പാർലമെൻറ്റിനായിരുന്നു. രാജാക്കന്മാർ പാർലമെൻറ്റിനെ അംഗീകരിച്ചിരുന്നു, അവരുടെ ആവശ്യങ്ങളെ മാനിച്ചാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഈ പാർലമെൻറ്റുമായിട്ട് നമുക്കൊരു കാര്യം, മുൻപ് അതായത് ഇംഗ്ലണ്ടിലെ രാജാവിന് നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി എന്താണ് ഗ്രേറ്റ് കൗൺസിൽ ഓഫ് ബിഷപ്സ് ആൻഡ് പിയേഴ്സ് പാർലമെൻറ്റ് എന്നറിയപ്പെട്ട് തുടങ്ങുന്നത് ഹെൻറി 3ൻ്റെ കാലഘട്ടം മുതലാണ്. 1216 1272 ഹെൻറി 3ൻ്റെ കാലഘട്ടം. നമുക്കറിയാം 1215 മാഗ്ന കാർട്ട വരുന്നത്. മാഗ്ന കാർട്ട പ്രകാരമാണ് പാർലമെൻറ്റിലായിരിക്കണം ധനകാര്യ നിയന്ത്രണം എന്ന് പറയുന്നത്. അത് പിന്നീട് ഈ ഹെൻറി 3ൻ്റെ കാലഘട്ടത്തിലാണ് ആ ഒരു കൗൺസിലിനെ പാർലമെൻറ്റ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അവിടെയാണ് ആ നിയന്ത്രണങ്ങളെല്ലാം അന്നു മുതലേ തുടങ്ങുന്നത്. അപ്പോൾ അന്നേ പാർലമെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നീട് ലോകത്ത് തന്നെ പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ഈ ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഇങ്ങനെ തുടങ്ങുന്ന ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റാണ് പിന്നീട് എന്തെന്നറിയപ്പെടുന്നത്? ലോകത്തെ പാർലമെൻറ്റുകളുടെ മാതാവ് എന്ന് തന്നെ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ട്യൂഡർ രാജാക്കന്മാർ ചെയ്തു. ഇനി ട്യൂഡർ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട 3 സഭകളാണ് പ്രൊട്ടസ്റ്റന്റ് സഭ, അതുപോലെ ആംഗ്ലിക്കൻ സഭ, അതുപോലെ പ്യൂരിറ്റൻ സഭ.
പ്രൊട്ടസ്റ്റന്റ് സഭ, ആംഗ്ലിക്കൻ സഭ, പ്യൂരിറ്റൻ സഭ. ഇവ മൂന്നിനെയും കൃത്യമായി വേർതിരിച്ചറിയുക എന്നതാണ് നമുക്ക് വേണ്ടത്. ഹെൻറി എട്ടാമൻ അല്ലേ, ഹെൻറി എട്ടാമൻ്റെ കാലത്താണ് കത്തോലിക്ക സഭയെ, അന്ന് വരെ ഏത് സഭ മാത്രമേ ഉള്ളൂ? കത്തോലിക്ക സഭ മാത്രമേ ഉള്ളൂ. ആദ്യമായി കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റൊരു സ്വതന്ത്രമായ സഭ വന്നോട്ടെ, കുഴപ്പമില്ല എന്ന നടപടിയൊക്കെ സ്വീകരിക്കുന്നത് ഹെൻറി എട്ടാമനാണ്. കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ സ്വതന്ത്രമായൊരു സഭ രൂപീകരിക്കാൻ നടപടി സ്വീകരിക്കുന്നത് ഹെൻറി എട്ടാമനാണ്. അങ്ങനെ ഹെൻറി എട്ടാമൻ ആ നടപടി സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അടുത്ത രാജാവായി വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് എഡ്വേർഡ് ആറാമൻ്റെ കാലത്ത് കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്വതന്ത്രമായ അല്ലെങ്കിൽ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സഭ വന്നു. സഭയുടെ പേരാണ് എന്ത്? പ്രൊട്ടസ്റ്റന്റ് സഭ. അപ്പോൾ കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് വന്ന സഭയാണ് പ്രൊട്ടസ്റ്റന്റ് സഭ. ഈ പ്രൊട്ടസ്റ്റന്റ് സഭക്കാർ ഒരു പ്രാർത്ഥനാ പുസ്തകം അച്ചടിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനാ പുസ്തകം അച്ചടിച്ചതിന് ശേഷം അവർ എല്ലാ പള്ളികളിലും അവിടെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ആ പള്ളികളിലും അല്ലെങ്കിൽ ദേവാലയങ്ങളിലൊക്കെ അവർ ഇത് ഉപയോഗിക്കണമെന്ന് ഈ പ്രൊട്ടസ്റ്റന്റ് സഭക്കാർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രാർത്ഥനാ പുസ്തകം എല്ലായിടത്തും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 സഭകളാണ് പറഞ്ഞിട്ടുള്ളത്. കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തു കൊണ്ടുവന്നുള്ള എന്താണ്? പ്രൊട്ടസ്റ്റന്റ് സഭ. പ്രൊട്ടസ്റ്റന്റ് സഭയെക്കുറിച്ച് പറഞ്ഞു നിർത്തിയൊക്കെയാണ്. ഇപ്പോൾ ഒരു പ്രാർത്ഥനാ പുസ്തകവും കൊടുത്തിട്ടുണ്ട്. പിന്നീട് അടുത്ത ഭരണാധികാരിയുടെ കാലത്ത്, അതായത് എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടം ആകുമ്പോഴത്തേക്കും ഈ നേരത്തെ കൊടുത്ത പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ പുതിയ ഒരു മതം ഇവർ കൊണ്ടുവരികയാണ്. ആ പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കി എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പുതിയ മതം ആയിട്ട് കൊണ്ടുവരികയാണ്. അതാണ് ഏത്? ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്ന ഒരു സഭ കൊണ്ടുവരുന്നു. അങ്ങനെ ആംഗ്ലിക്കൻ സഭ ആരുടെ കാലഘട്ടത്തിലാണ് വരുന്നത്? എലിസബത്ത് രാജ്ഞിയുടെ കാലത്താണ് ആംഗ്ലിക്കൻ സഭ കൊണ്ടുവരുന്നത്. പിന്നീട് ഈ ആംഗ്ലിക്കൻ സഭയിൽ അംഗമല്ലാത്ത ആർക്കും, അല്ലേ, ആംഗ്ലിക്കൻ സഭയിൽ അംഗമല്ലാത്തവർക്ക് ആർക്കും തന്നെ ഇംഗ്ലണ്ടിൽ കിരീടാവകാശം ലഭിക്കുകയില്ല എന്ന അവസ്ഥ വരെ സംഭവിക്കുന്നുണ്ട്. ആരാണ് ആംഗ്ലിക്കൻ സഭ കൊണ്ടുവരുന്ന സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരി? അത് എലിസബത്ത് രാജ്ഞിയാണ്. അപ്പോൾ നമ്മൾ ആംഗ്ലിക്കൻ സഭയും നോക്കി, അതുപോലെ പ്രൊട്ടസ്റ്റന്റ് സഭയും നോക്കി. അപ്പോൾ അടുത്തതിലേക്ക് പോകാം. അടുത്തത് പ്യൂരിറ്റൻ സഭയാണ് നോക്കേണ്ടത്. ഇപ്പോൾ ആരാണ് പ്യൂരിറ്റന്മാർ? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ പരിഷ്കർത്താവായിരുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ കാൽവിൻ. ഇപ്പോൾ ജോൺ കാൽവിൻ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് സഭയുടെ പരിഷ്കർത്താവിനെ പിന്തുണച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ പ്യൂരിറ്റന്മാർ എന്ന് വിളിച്ചത്. അപ്പോൾ ഇവരുടെ ഈ പ്യൂരിറ്റന്മാരെല്ലാവരും കൂടിയാണ് എന്തെന്ന് പറയുന്നത് പിന്നീട് പ്യൂരിറ്റൻ സഭ എന്ന് അറിയപ്പെടുന്നത്. പുരോഹിതന്മാരെയും അതുപോലെ മത അധ്യക്ഷന്മാരെയും വിശ്വാസികൾ തിരഞ്ഞെടുക്കണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഈ പ്യൂരിറ്റന്മാരാണ്. അപ്പോൾ എന്താണ് പ്യൂരിറ്റന്മാർ അല്ലെങ്കിൽ പ്യൂരിറ്റൻ സഭ എന്നാണ് നമ്മൾ പറഞ്ഞത്. ജോൺ കാൽവിൻ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് സഭയുടെ പരിഷ്കർത്താവിൻ്റെ അനുയായികളാണ് പിന്നീട് പ്യൂരിറ്റന്മാർ എന്നറിയപ്പെടുന്നത്. അവരെയാണ് എന്ത് സ്ഥാപിക്കുന്നത്? പ്യൂരിറ്റൻ സഭ സ്ഥാപിക്കുന്നത്. വിശ്വാസികളാണ് മത അധ്യക്ഷന്മാരെയും പുരോഹിതന്മാരെയും തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറയുന്നതും ഈ അല്ലെങ്കിൽ ഈ പ്യൂരിറ്റൻ സഭയുടെ വർഗമാണ്, അല്ലെങ്കിൽ പ്യൂരിറ്റന്മാരാണ്. പാർലമെന്റ്, മധ്യവർഗം എന്നിവരുടെ നിലപാടുകളോട് പ്യൂരിറ്റന്മാർ താല്പര്യം കാണിച്ചു. അതായത് എന്താ ഇതിന് ഉദ്ദേശിക്കുന്നത്? അതായത് രാജാവിൽ നിന്നും മാറി മധ്യവർഗത്തിനോടും പാർലമെൻറ്റിനോടും കൂടുതൽ താല്പര്യം കാണിക്കുകയും അവരുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്ന വിഭാഗമാണ് പ്യൂരിറ്റന്മാർ. അപ്പോൾ നമ്മൾ 3 സഭയും നോക്കിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ആദ്യം ഉണ്ടായത് സ്വതന്ത്രമായ ഒരു സഭ, കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ടൊരു സഭ വരുന്നുണ്ട്. അതാണ് പ്രൊട്ടസ്റ്റന്റ് സഭ. പിന്നീട് ഈ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കി എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പുതിയ സഭ കൊണ്ടുവരുന്നു എലിസബത്ത് രാജ്ഞി. അതാണ് ആംഗ്ലിക്കൻ സഭ. പിന്നീട് ഈ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ പരിഷ്കർത്താവായിരുന്ന ജോൺ കാൽവിൻ്റെ അനുയായികൾ എല്ലാവരും കൂടി ചേരുന്നതാണ് എന്ത്? പ്യൂരിറ്റൻ സഭ. അപ്പോൾ അടുത്ത രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ കാലഘട്ടം ആരംഭിക്കുന്നത്
1603 മുതൽ 1714 വരെയാണ്. 1603 ആരംഭിക്കുന്നത്. 1600കളുടെ കാലത്ത് എലിസബത്ത് രാജ്ഞിയാണ് ഇംഗ്ലണ്ട് ഭരണം നടത്തുന്നത്. എലിസബത്ത് രാജ്ഞിയുടെ ഭരണശേഷം അല്ലെങ്കിൽ അവരുടെ കാലഘട്ട ശേഷം, അവരുടെ മരണശേഷം പിന്തുടർച്ചക്കാർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും അപ്പുറത്തുണ്ടായിരുന്ന മറ്റൊരു രാജ്യം, അതായത് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ജെയിംസ് ഫസ്റ്റിനെ വിളിച്ചു വരുത്തിയാണ് സ്റ്റുവർട്ട് രാജവംശം സ്ഥാപിക്കുന്നത്. അങ്ങനെ ജെയിംസ് ഫസ്റ്റ് ഇവിടെ വരികയും സ്റ്റുവർട്ട് രാജവംശം സ്ഥാപിക്കുകയും ചെയ്യുകയാണ് 1603. ഈ സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് തന്നെ വ്യാപാരികളാണ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1600കളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുകയും പിന്നീട് കച്ചവടവും വ്യാപാരവും ഒക്കെ ആയിരിക്കും കൂടുതൽ വലിയ വരുമാന മാർഗങ്ങളായി മാറുന്നത്. അപ്പോൾ ഈ സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ അടിത്തറ തന്നെ എന്ത് തന്നെയാണ്? ഈ വ്യാപാരികളാണ്. ഇതിലെ ആദ്യത്തെ രാജാവാണ് ജെയിംസ് ഫസ്റ്റ്, ജെയിംസ് ഒന്നാമൻ. 1603 മുതൽ 1625 വരെ ഇംഗ്ലണ്ട് ഭരണം നടത്തുന്ന രാജാവാണ് ജെയിംസ് ഒന്നാമൻ. ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന് പ്രഖ്യാപിച്ചത് ആര് തന്നെയാണ്? ഈ ജെയിംസ് ഒന്നാമനാണ്. അതായത് അതിൽ നമുക്ക് വ്യക്തമാകും, അതായത് കൂടുതലും മതത്തിനോട് കൂടുതൽ ഒരു ചായ്വ് പ്രകടിപ്പിച്ചിരുന്ന രാജാവാണ് ജെയിംസ് ഫസ്റ്റ് അഥവാ ജെയിംസ് ഒന്നാമൻ. ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല, അല്ലെങ്കിൽ രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവദത്തം എന്ന് വിശ്വസിച്ചതും ആര് തന്നെയാണ്? ഈ നമ്മുടെ ജെയിംസ് ഒന്നാമനാണ്. അപ്പോൾ കൂടുതലും ഒരു മതവിശ്വാസി എന്ന രീതിയിലായിരുന്നു നമ്മുടെ ജെയിംസ് ഒന്നാമൻ്റെ ഭരണകാലഘട്ടം. 1603 മുതൽ 1625 വരെയും ഇദ്ദേഹമാണ് ഭരണം നടത്തിയത്. ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിശേഷിക്കപ്പെടുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ജെയിംസ് ഒന്നാമനാണ്. പാർലമെന്റും രാജാവും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും പാർലമെന്റിന് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആര് തന്നെയാണ്? ജെയിംസ് ഒന്നാമൻ. അപ്പോൾ ആ ജെയിംസ് ഒന്നാമൻ കൂടുതലും ഒരു മതത്തിനോട് കൂടുതൽ ആഭിമുഖ്യം പ്രകടിപ്പിച്ച ആളാണ്. പാർലമെൻറ്റിൻ്റെയും ജനങ്ങളുടെ അധികാരം അദ്ദേഹത്തിന് അത്ര താല്പര്യമില്ലായിരുന്നു. രാജാവിന് ഈ അധികാരം കിട്ടിയത് ദൈവദത്തമായി കിട്ടിയതാണ്. ആ പാർലമെൻറ്റിന് മുകളിൽ കൂടുതൽ ആധിപത്യം കാണിക്കാൻ ശ്രമിച്ചതും ഈ ജെയിംസ് രാജാവാണ്. ഈ സമയം ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്ന നമ്മുടെ ഇംഗ്ലണ്ടിലെ സഭ രാജാവിനെയും രാജാവിൻ്റെ ആശയങ്ങളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം പ്യൂരിറ്റൻ സഭ ആരെയാണ്? പാർലമെൻറ്റിനെയും ആണ് പിന്തുണയ്ക്കുന്നത്. ജോൺ കാൽവിൻ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് സഭയുടെ അനുയായി, അല്ലെങ്കിൽ ജോൺ കാൽവിൻ എന്ന് പറയുന്ന പരിഷ്കർത്താവ്, അദ്ദേഹത്തിൻ്റെ അനുയായികളും എല്ലാവരും കൂടിയാണ് പ്യൂരിറ്റൻ സഭ ആയി മാറുന്നത്. അവർ ഈ സമയത്ത് പാർലമെൻറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? പിന്തുണയ്ക്കുന്നത്. ഇതാണ് നമ്മൾ ജെയിംസ് ഒന്നാമൻ രാജാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന വാക്യം എന്താണ്? ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന് പറയുന്ന ആരാണ്? ജെയിംസ് ഒന്നാമനാണ്. അടുത്തത് ചാൾസ് ഫസ്റ്റ്. ഇപ്പം ജെയിംസ് ഒന്നിൻ്റെ മരണശേഷം 1625 ചാൾസ് ഫസ്റ്റ് ഭരണത്തിൽ വരുന്നത്. 1625 ഭരണത്തിൽ വരികയും 1649 ചാൾസ് ഫസ്റ്റ് മരണപ്പെടുകയും ചെയ്യും. മരണപ്പെടുകയല്ല, യഥാർത്ഥത്തിൽ വധശിക്ഷ നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. ആ ജനങ്ങൾ തന്നെ, ആ പാർലമെൻറ്റ് തന്നെ ഇദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ആരെ? ചാൾസ് ഫസ്റ്റിനെ. ഇപ്പോൾ ചാൾസ് ഫസ്റ്റിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 1625 മുതൽ 1649 വരെ ജെയിംസ് ഒന്നിന് ശേഷം രാജാവായി. ചാൾസ് ഒന്നിൻ്റെ കാലത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്നാണ് ആ പേര്. നോക്കുക, ഇത് പെറ്റീഷൻ എന്ന വാക്കാണ്, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏത് വർഷമാണ്? 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവയ്ക്കുന്നത്. രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കാൻ പാർലമെൻറ്റ് തയ്യാറാക്കിയ പ്രമാണമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. ഇതിൽ ആരാണ് ഒപ്പുവയ്ക്കുന്നത്? ചാൾസ് ഒന്നാമൻ രാജാവാണ് ഒപ്പുവയ്ക്കുന്നത്. എഴുതി തയ്യാറാക്കിയത് സർ എഡ്വേർഡ് കോക്കാണ് 1628 മെയ് മാസം 8 അപ്പോൾ എന്തിനാണ് ഈ പാർലമെൻറ്റ് എഴുതി തയ്യാറാക്കിയത്? ഇദ്ദേഹം ഒപ്പുവയ്ക്കേണ്ടി വന്നത്. അതായത് ഒരു യുദ്ധം ഉണ്ടാവുകയാണ്. ആ യുദ്ധം ഉണ്ടായപ്പോഴത്തേക്കും കൂടുതൽ പൈസ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിക്കേണ്ട ആവശ്യമുണ്ട്, കൂടുതൽ ചിലവ് വരുന്നുണ്ട്. ഇങ്ങനെ കൂടുതൽ ചിലവ് വരുമ്പോൾ പാർലമെൻറ്റുമായി സഹകരിച്ചാണ് കൂടുതൽ പൈസ പിരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ രാജാവ് പാർലമെൻറ്റിനെ വിളിച്ചു ചേർക്കുന്നുണ്ട്. ആ പാർലമെൻറ്റ്
കുറച്ച് ആവശ്യങ്ങൾ രാജാവിൻ്റെ മുന്നിലേക്ക് വയ്ക്കും. ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ച് തരണം, നിങ്ങൾക്ക് പൈസ പിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം, സഹായിക്കാം എന്ന് പാർലമെൻറ്റ് രാജാവിനോട് പറയും. അപ്പോൾ രാജാവ് പറയും, ഓക്കെ, ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അംഗീകരിക്കാം. ഇപ്പോൾ പൈസ പിരിക്കുക, യുദ്ധം ജയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയും. എന്തായാലും അങ്ങനെ പാർലമെൻറ്റ് കുറച്ച് ആവശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കും. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? ഒന്നാമത്തേത്, പാർലമെൻറ്റിൻ്റെ സമ്മതമില്ലാതെ നികുതി ചുമത്തരുത്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയേ നികുതി ചുമത്താവൂ. അടുത്തത്, കാരണമില്ലാതെ ആരെയും തടവിലിടരുത്. കാരണമില്ലാതെ ആരെയും തടവിലിടരുത്. അതുപോലെ സൈനികരെ ക്വാർട്ടേഴ്സ് ചെയ്യരുത്. സൈനികരെ ക്വാർട്ടേഴ്സ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ വീട്ടിൽ സൈനികരെ കയറ്റി താമസിപ്പിക്കരുത്. ഇംഗ്ലണ്ടിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. സൈനികരെ ഇപ്പോൾ ഈ പ്രദേശത്ത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ അവർക്ക് എന്ത് ചെയ്യണമായിരുന്നു, വാസസ്ഥലം അല്ലെങ്കിൽ അവരെ താമസിപ്പിക്കണമായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടി ഇനി പാടില്ല. സൈനികരെ ക്വാർട്ടേഴ്സ് ചെയ്യരുത്. അതുപോലെ സമാധാന കാലത്ത് പട്ടാള നിയമം കൊണ്ടുവരരുത്. സമാധാന കാലത്ത് പട്ടാള നിയമം കൊണ്ടുവരരുത്. ഇപ്പം 4 കാര്യങ്ങളാണ് പാർലമെൻറ്റ് രാജാവിനോട് ആവശ്യപ്പെട്ടത്. ഈ പാർലമെൻ്റ് അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ ഇനിയും നിങ്ങൾ നികുതി ചുമത്തരുത്. ആരെയും കാരണമില്ലാതെ തടവിലിടരുത്. അതുപോലെ സൈനികരെ ക്വാർട്ടേഴ്സ് ചെയ്യരുത്. സമാധാന കാലത്ത് പട്ടാള നിയമം പാടില്ല. ഇതൊക്കെയാണ് ഏതിനകത്ത് വരുന്നത്? പെറ്റീഷൻ ഓഫ് റൈറ്റ്സിനകത്ത് വരുന്ന പ്രധാന തത്വങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലെങ്കിൽ പ്രധാന ആവശ്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിനെ ഓർമ്മിക്കാൻ ഒരു എളുപ്പ വഴി അതിനെ തിരിച്ച് ഓർമ്മിച്ചാൽ മതി. അതായത് പാർലമെൻറ്റിൻ്റെ ഒരു അനുവാദവും ഇല്ലാതെ നമുക്കും മുകളിൽ കൂടുതൽ നികുതി ചുമത്തി, എന്നിട്ട് നമ്മളോട് ഒരു കാരണവുമില്ലാതെ നമ്മളെ പിടിച്ച് ജയിലിലിട്ടു. നമ്മളെ വീട്ടിനകത്ത് ആരെ കയറ്റി താമസിച്ചു? സൈനികരെ കയറ്റി താമസിപ്പിച്ചു. എന്നിട്ട് നമ്മുടെ നാട്ടിൽ പട്ടാള നിയമവും കൊണ്ടുവന്നു. ഈ 4 കാര്യവും ചെയ്യാൻ പാടില്ല എന്നാണ് എന്തിനകത്ത് ആവശ്യപ്പെട്ടത്? ഓക്കെ, നമ്മുടെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ആവശ്യപ്പെട്ടു. ഓർമ്മിക്കാൻ വേണ്ടി തിരിച്ച് ചിന്തിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഏതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്? ആരാണ് ഒപ്പുവെച്ചത്? ഏത് രാജാവാണ്? ചാൾസ് ഫസ്റ്റ് ആണ് ഒപ്പുവയ്ക്കുന്നത്. അങ്ങനെ എന്തായാലും യുദ്ധത്തിനുള്ള കാര്യങ്ങളൊക്കെ പൈസ പിരിക്കാൻ പറ്റി. യുദ്ധം വിജയിച്ചു. ചാൾസ് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം കാണിച്ചു. തൊട്ടടുത്ത വർഷം തന്നെ 1629 എന്ത് പിരിച്ചുവിട്ടു? ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിനെ പിരിച്ചുവിട്ടു. ഏത് രാജാവ്? ചാൾസ് ഒന്നാമൻ രാജാവ്. ചാൾസ് ഒന്നാമൻ 1629 ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റ് പിരിച്ചുവിട്ടു. 1640 വരെ 11 വർഷം സ്വേച്ഛാധികാരിയായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നും പോലെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ഭരണം നടത്തി. ഇപ്പം ആര് കൺട്രോൾ ചെയ്യാനില്ല? പാർലമെൻ്റ് ഇല്ല. ഒരു കമൻറ്റ് പറയാൻ പോയാലും ആരില്ല, പാർലമെൻ്റ് ഇല്ല. കാരണം പാർലമെൻറ്റിനെ പിരിച്ചുവിട്ടു. ഇപ്പോൾ ഇത് ആര് തന്നെയാണ് ചെയ്തത്? ചാൾസ് ഫസ്റ്റ് ആണ് ചെയ്യുന്നത്. തുടർന്ന് 1640 വീണ്ടും പാർലമെൻറ്റിനെ വിളിച്ചു ചേർക്കേണ്ടതായി വരും. അങ്ങനെ 1640 ഇംഗ്ലണ്ടിൽ വീണ്ടും പാർലമെൻറ്റിനെ വിളിച്ചു ചേർക്കും. എന്തിനാ ഇപ്പോൾ വിളിച്ചു ചേർത്തത്? സ്കോട്ട്ലൻഡുമായുള്ള യുദ്ധത്തിൽ പണത്തിന് ആവശ്യം വന്നു. അങ്ങനെ പണത്തിന് ആവശ്യം വന്നപ്പോഴത്തേക്ക് പുതിയ നികുതി നിർദ്ദേശം അംഗീകരിക്കണം. അതായത് കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ പൈസ നമുക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കണം. അതിനുവേണ്ടി പുതിയ രീതി കൊണ്ടുവന്നു. അതാണ് എന്ത്? അങ്ങനെ പുതിയ രീതി കൊണ്ടുവരാൻ വേണ്ടിയാണ് പാർലമെൻറ്റിനെ വിളിച്ചു ചേർത്തത്. ആ പാർലമെൻറ്റ് 20 വർഷത്തോളം തുടർന്നു. 1640 മുതൽ 1660 വരെ തുടർന്നു. അങ്ങനെ തുടർന്നതുകൊണ്ട് തന്നെ ആ നീണ്ട പാർലമെൻറ്റ് അല്ലേ, അതിനെയാണ് നമ്മൾ എന്താണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്? ലോങ് പാർലമെൻറ്റ്. അപ്പം ലോങ് പാർലമെൻറ്റ് ഏത് രാജ്യവുമായിട്ട് അല്ലെങ്കിൽ ഏത് രാജ്യത്തെ വിപ്ലവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ലോങ് പാർലമെൻറ്റിൻ്റെ കാലഘട്ടം എപ്പോഴും ചോദിക്കുന്നതാണ്. 1640 മുതൽ 1660 വരെയുള്ള 20 വർഷക്കാലമാണ് ലോങ് പാർലമെൻറ്റിൻ്റെ കാലഘട്ടം. ആരാണ് വിളിച്ചു ചേർത്തത്? വിളിച്ചു ചേർത്ത രാജാവ് ആരാണ്? അത് ചാൾസ് ഫസ്റ്റ് ആണ്. ഈ ലോങ് പാർലമെൻറ്റ് 1640 മുതൽ 1660 വരെ തുടർന്നു. അതിനെ തന്നെ എന്തെന്നും അറിയപ്പെട്ടു?
പ്യൂരിറ്റൻസ് ഗവൺമെൻറ് എന്നറിയപ്പെട്ടത് എന്ത് തന്നെയാണ്? ലോങ് പാർലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചാൾസ് ഫസ്റ്റിൻ്റെ 2 പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ സംഭവം നമ്മൾ പറഞ്ഞത് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, രണ്ടാമത്തേത് ലോങ് പാർലമെൻറ്റ്. ഇനി അടുത്ത ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ലോങ് പാർലമെൻറ്റ് ഒരു ആക്ട് പാസ്സാക്കും. കാരണം ലോങ് പാർലമെൻറ്റ് അല്ലെങ്കിൽ ആ പാർലമെൻറ്റ് ഇപ്പം വിളിച്ചു ചേർത്തതേ ഉള്ളൂ 1640. പക്ഷേ അവർക്കെല്ലാവർക്കും ഒരു പേടിയുണ്ട്. കാരണം യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ രാജാവ് വീണ്ടും മുൻപ് ചെയ്തതുപോലെ ഈ പാർലമെൻറ്റിനെ പിരിച്ചു വിടുമോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ 3 വർഷത്തിലൊരിക്കലെങ്കിലും, കുറഞ്ഞത് 3 വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ പാർലമെൻറ്റിനെ വിളിച്ചു ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്ട് ലോങ് പാർലമെൻറ്റ് പാസ്സാക്കും. ആ ആക്ടിൻ്റെ പേരാണ് ട്രൈയേനിയൽ ആക്ട്. എന്നാണ് പാസ്സാക്കുന്നത്? 1641 ഫെബ്രുവരി 15. അപ്പം ലോങ് പാർലമെൻറ്റ് ട്രൈയേനിയൽ ആക്ട് 1641 ഫെബ്രുവരി 15 പാസ്സാക്കും. 3 വർഷത്തിലൊരിക്കലെങ്കിലും വിളിച്ചു ചേർക്കണം. ഇങ്ങനെയൊക്കെ ആ നിയമങ്ങളൊക്കെ നമ്മുടെ പാർലമെൻറ്റ് കൊണ്ടുവന്നു. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ക്രമേണ യുദ്ധം ജയിച്ച് കഴിയുമ്പോൾ രാജാവ് വീണ്ടും പാർലമെൻറ്റിന് മേൽ അധികാരം കൊണ്ടുവരാൻ നോക്കും. സ്വാഭാവികമായും രാജാവും പാർലമെൻറ്റും തമ്മിൽ അടിയുണ്ടാവും. ആ അടിയുണ്ടാവുന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ സിവിൽ വാർ. എന്നാണ് ഇംഗ്ലണ്ടിലെ സിവിൽ വാർ നടക്കുന്നത്? 1642 ഇംഗ്ലണ്ടിലെ സിവിൽ വാർ നടക്കുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവും പാർലമെൻറ്റും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇംഗ്ലണ്ടിലെ സിവിൽ വാർ എന്ന് വിളിക്കുന്നത്. രാജാവിനെ പിന്തുണച്ച വിഭാഗമാണ് എന്തെന്നറിയപ്പെടും? കവലിയേഴ്സ് എന്നറിയപ്പെടുന്നത്. രാജാവിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സൈഡിൽ പാർലമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗവും ഉണ്ടാവും. രാജാവിനെ പിന്തുണച്ചവരെ കവലിയേഴ്സ് എന്നും പാർലമെൻറ്റിനെ പിന്തുണച്ചവരെ റൗണ്ട് ഹെഡ്സ് എന്നും വിളിക്കും. ഇപ്പോൾ കവലിയേഴ്സും ഉണ്ട്, റൗണ്ട് ഹെഡ്സും ഉണ്ട്. ആരൊക്കെ തമ്മിലാണ് സിവിൽ വാറിൽ യുദ്ധം നടക്കുന്നത്? അത് രാജാവും പാർലമെൻറ്റും തമ്മിലാണ്. എന്തുകൊണ്ടാണ്? രാജാവ് പാർലമെൻറ്റിന് മേൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് സിവിൽ വാറിന് കാരണമായത്. എന്തായാലും നമുക്കറിയാം, രാജാവിന് ഒരു സൈന്യമുണ്ട്, പക്ഷേ പാർലമെൻറ്റിന് അങ്ങനെ ഒരു സൈന്യം ഇല്ല. എന്തായാലും ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന സ്ഥിതിക്ക് പാർലമെൻറ്റിന് വേണ്ടി ഒരു പുതിയ സൈന്യം രൂപം കൊള്ളുകയാണ്. അങ്ങനെ ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിന് വേണ്ടി ഒരു പുതിയ സൈന്യം രൂപം കൊണ്ടു. സൈന്യത്തിൻ്റെ പേര് ന്യൂ മോഡൽ ആർമി. എന്തായിരുന്നു പേര്? ന്യൂ മോഡൽ ആർമി. ന്യൂ മോഡൽ ആർമിയെ സ്ഥാപിക്കുന്നത് ഒലിവർ ക്രോംവെൽ ആണ്. അപ്പോൾ ന്യൂ മോഡൽ ആർമി സ്ഥാപിക്കുന്ന ആളിൻ്റെ പേരാണ് ഒലിവർ ക്രോംവെൽ. ആർക്ക് വേണ്ടിയാണ്? പാർലമെൻറ്റിന് വേണ്ടിയാണ്. അങ്ങനെ രാജാവിൻ്റെ സൈന്യവും പാർലമെൻറ്റിൻ്റെ സൈന്യവും തമ്മിൽ യുദ്ധം നടക്കുകയും രാജാവിൻ്റെ സൈന്യം പരാജയപ്പെടുകയും ചെയ്യും. രാജാവിൻ്റെ സൈന്യം പരാജയപ്പെടുന്നതോടുകൂടി പാർലമെൻറ്റ് ഇംഗ്ലണ്ടിൻ്റെ ഭരണം പിടിച്ചെടുക്കും. അപ്പോൾ 1642 നടന്ന ഇംഗ്ലണ്ടിലെ സിവിൽ വാറിൽ രാജാവിൻ്റെ സൈന്യം പരാജയപ്പെടുകയും ഇപ്പോൾ അധികാരം പാർലമെൻറ്റിൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്യും. അടുത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1648 നടക്കുന്നതാണ്. 1648 നടക്കുന്ന പ്രൈഡ്സ് പർജ് ആൻഡ് റംബ് പാർലമെൻറ്റ്. ഓക്കെ, പ്രൈഡ്സ് പർജ് ആൻഡ് റംബ് പാർലമെൻറ്റ്. പ്രൈഡ്സ് പർജ് ആൻഡ് റം പാർലമെൻറ്റ്. ഒരു വ്യക്തിയുടെ പേരാണ് പ്രൈഡ് എന്നുള്ളത്. തോമസ് പ്രൈഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തോമസ് പ്രൈഡ് എന്നാണ് പേര്. എന്താ സംഭവം? നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചു, സിവിൽ വാറിൽ രാജാവിനെ സപ്പോർട്ട് ചെയ്തവരെ കവലിയേഴ്സ് എന്നും പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തവരെ റൗണ്ട് ഹെഡ്സ് എന്നും വിളിച്ചു. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഈ പാർലമെൻറ്റിനുള്ളിലും കുറച്ച് കവലിയേഴ്സ് ഇപ്പോഴും ഉണ്ട്. അതായത് പാർലമെൻറ്റിനകത്തുള്ള കുറച്ച് പേര് ഇപ്പോഴും രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെ കൂടി പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു ആർമി ഉദ്യോഗസ്ഥനായ തോമസ് പ്രൈഡിൻ്റെ നേതൃത്വത്തിൽ ഈ കവലിയേഴ്സിനെ പുറത്താക്കുകയാണ്. പാർലമെൻറ്റിൽ ചാൾസ് ഫസ്റ്റിനെ പിന്തുണച്ചവരെ കവലിയേഴ്സിനെ തോമസ് പ്രൈഡ് എന്ന ആർമി ഉദ്യോഗസ്ഥനെ കൊണ്ട് പുറത്താക്കുന്നു. ഇതിനെയാണ് പ്രൈഡ്സ് പർജ് അല്ലെങ്കിൽ എന്തെന്ന് പറയും? തോമസ് പ്രൈഡിൻ്റെ ശുദ്ധീകരണം എന്ന് വിളിക്കുന്നത്. അങ്ങനെ പുറത്താക്കിയ സംഭവത്തെയാണ് പ്രൈഡ്സ് പർജ് അല്ലെങ്കിൽ തോമസ് പ്രൈഡിൻ്റെ ശുദ്ധീകരണം എന്ന് വിളിക്കുന്നത്.
ഇനി അപ്പോൾ ഇപ്പോൾ ആരെ പുറത്തു പോയി? രാജാവിനെ സപ്പോർട്ട് ചെയ്തവർ പാർലമെൻറ്റിൽ ഇല്ല, അതായത് കവലിയേഴ്സ് പാർലമെൻറ്റിലില്ല. ബാക്കി ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും മുൻപ് പാർലമെൻറ്റിൻ്റെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്ത റൗണ്ട് ഹെഡ്സ് ആണ്. ഇപ്പോൾ കവലിയേഴ്സ് ഇല്ലാത്ത ഈ ബാക്കി വന്ന ഈ പാർലമെൻറ്റിനെയാണ് അവശിഷ്ട പാർലമെൻറ്റ് അഥവാ റംബ് പാർലമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ബാക്കി അല്ലെങ്കിൽ ശേഷമുള്ള പാർലമെൻറ്റിനെ റംബ് പാർലമെൻറ്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെൻറ്റ് എന്ന് വിളിച്ചു. ഏത് വർഷമാണ്? 1648 ഇപ്പോൾ നമുക്കറിയാം പാർലമെൻറ്റിനകത്തുള്ള എല്ലാവരും ആരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ആരെ എതിർക്കുന്നവരാണ്? രാജാവിൻ്റെ ആശയങ്ങളെയും രാജാവിനെയും എതിർക്കുന്നവരാണ്. ഈ പാർലമെൻറ്റ് ഇനി അടുത്ത ഒരു കാര്യം കൂടി ചെയ്യും. ഈ പാർലമെൻറ്റിലുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് രാജാവിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി 1649 ജനുവരി മാസം 30 1649 ജനുവരി മാസം 30 ചാൾസ് ഫസ്റ്റിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും. ചാൾസ് ഫസ്റ്റിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും. അപ്പോൾ ഒരു രാജാവാണ് അല്ലേ, അതായത് സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യത്തെ ജെയിംസ് ഫസ്റ്റ് ആണ്, രണ്ടാമത്തത് ചാൾസ് ഫസ്റ്റ്. ആ ചാൾസ് ഫസ്റ്റിനെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത്. അതോടുകൂടി ചാൾസ് ഫസ്റ്റിൻ്റെ കാലഘട്ടം കഴിയും. 4 സംഭവങ്ങൾ പറഞ്ഞു. ഒന്ന്, ആദ്യത്തേത് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. രണ്ടാമത്തേത് ഏതാണ്? 1640 മുതൽ 60 വരെയുള്ള ലോങ് പാർലമെൻറ്റ്. മൂന്നാമത്തേത് 1642 ഇംഗ്ലണ്ടിലെ സിവിൽ വാർ. നാലാമത് പറഞ്ഞതാണ് പ്രൈഡ്സ് പർജ് എന്നത്. അങ്ങനെ ചാൾസ് ഫസ്റ്റ് മരണപ്പെട്ടു. പുതിയ ഒരു ഭരണം വീണ്ടും ഇംഗ്ലണ്ടിൽ വരികയാണ്. പുതിയ ഭരണത്തിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം തന്നെ അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്ന പേരിലാണ്. കോമൺവെൽത്ത് കാലഘട്ടം അത് എപ്പോഴാണെന്ന് കൃത്യമായി പഠിച്ചുകൊള്ളണം. 1649 മുതൽ 1658 വരെ, 1649 മുതൽ 58 വരെ ആരുടെ കാലഘട്ടമാണ് അല്ലെങ്കിൽ ആരാണ് ഈ സമയത്ത് ഭരണം നടത്തുന്നത്? ഭരണം നടത്തിയ ആളിൻ്റെ പേരാണ് ഒലിവർ ക്രോംവെൽ. ആരാണ് ഒലിവർ ക്രോംവെൽ? ഇംഗ്ലണ്ടിലെ സിവിൽ വാറിൽ പാർലമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടി വന്ന ന്യൂ മോഡൽ ആർമി സ്ഥാപിച്ച വ്യക്തിയാണ് ഒലിവർ ക്രോംവെൽ. ആ ഒലിവർ ക്രോംവെല്ലാണ് പിന്നീട് ചാൾസ് ഫസ്റ്റിൻ്റെ ഭരണശേഷം ഇംഗ്ലണ്ടിൽ ഭരണം കൈയാളുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഒലിവർ ക്രോംവെൽ. ഈ ഒലിവർ ക്രോംവെൽ പുതിയ ഒരു ഭരണ സമ്പ്രദായം കൊണ്ടുവരും. ഇതുവരെയും രാജാവാണ് ഭരണം നടത്തിയത്. അപ്പോൾ ആ ഒരു രീതിയിലല്ല, പുതിയൊരു ഭരണ സമ്പ്രദായം കൊണ്ടുവരും. ആ ഭരണ സമ്പ്രദായത്തിൻ്റെ പേരാണ് പ്രൊട്ടക്ടറേറ്റ് ഭരണ സമ്പ്രദായം. അപ്പോൾ ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പുതിയ ഭരണ സമ്പ്രദായമാണ് പ്രൊട്ടക്ടറേറ്റ് ഭരണ സമ്പ്രദായം. അഥവാ ഒരു പ്രൊട്ടക്ടർ, ജനങ്ങളുടെ പ്രൊട്ടക്ടർ എന്ന രീതിയിൽ ഒലിവർ ക്രോംവെൽ ഭരണം നടത്തും. അപ്പോൾ ഇദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയാണ്. അതായത് രാജാവിനെ പോലെയൊക്കെ തന്നെയാണ് ഭരണം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒലിവർ ക്രോംവെൽ ഭരണം നടത്തുന്നത്. ഈ പ്രൊട്ടക്ടറേറ്റ് സമ്പ്രദായത്തിൽ ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിലാണ് നമ്മുടെ ഒലിവർ ക്രോംവെൽ ഭരണം നടത്തിയത്. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ടത് ആര് തന്നെയാണ്? ഒലിവർ ക്രോംവെൽ തന്നെയാണ്. കൂടാതെ ഇംഗ്ലീഷ് നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെട്ടതും ഈ ഒലിവർ ക്രോംവെൽ തന്നെയാണ്. ഇംഗ്ലീഷ് നെപ്പോളിയൻ എന്നറിയപ്പെട്ടതും ഒലിവർ ക്രോംവെല്ലാണ്. 1658 ഒലിവർ ക്രോംവെൽ മരണപ്പെടുകയാണ്. 1658 ഒലിവർ ക്രോംവെൽ മരണപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനെയാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അതിനുശേഷം ഒലിവർ ക്രോംവെൽ മരണപ്പെട്ടു. ശേഷം ഇനി ആര് ഭരണം നടത്തും? അപ്പോൾ ഈ സമയത്ത് പല ജനവിഭാഗങ്ങളുടെ ഇടയിലും പല ആശയങ്ങളുണ്ട്. അപ്പോൾ ഇനി ഒരു സിവിൽ വാർ ഉണ്ടാകരുത് എന്ന ഒരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ മറ്റൊരു സിവിൽ വാർ സാധ്യത ഒഴിവാക്കുന്നതിനായി എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ നേരത്തെ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു പോയിരുന്ന ചാൾസ് സെക്കൻഡിനെ തിരികെ വിളിച്ച് രാജാവാക്കും. അപ്പോൾ ഒലിവർ ക്രോംവെല്ലിൻ്റെ മരണശേഷം ചാൾസ് സെക്കൻഡ് പിന്നീട് എന്തായി വരും? രാജാവായി വരും. അടുത്തത് ചാൾസ് സെക്കൻഡ്. സ്റ്റുവർട്ട് രാജവംശത്തിലെ രാജാക്കന്മാരുടെ കാലഘട്ടവും അവരുടെ ആ കാലഘട്ടത്തിലെ പ്രധാന സംഭവമാണ് നോക്കിയിരുന്നത്. ജെയിംസ് ഫസ്റ്റ് ആണ് ആദ്യം നമ്മൾ നോക്കിയത്. രണ്ടാമത് ചാൾസ് ഫസ്റ്റ് നോക്കി.
ഇപ്പോൾ അടുത്ത കാലഘട്ടം വന്നിട്ടുള്ള അടുത്ത രാജാവായി വരുന്നത് ചാൾസ് സെക്കൻഡ് ആണ്. അപ്പോൾ ചാൾസ് സെക്കൻഡിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ചാൾസ് സെക്കൻഡ് ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു പോയിരുന്നു. നേരത്തെ ചാൾസ് ഫസ്റ്റിനെ എന്ത് ചെയ്യുമ്പോൾ ഇവിടുത്തെ പാർലമെൻറ്റ് വധശിക്ഷയ്ക്ക് വിധേയമാക്കുമ്പോഴത്തേക്കും പിന്നീട് ഒരു കോമൺവെൽത്ത് കാലഘട്ടമുണ്ട്. ആ കോമൺവെൽത്ത് കാലഘട്ടത്തിൽ ഒലിവർ ക്രോംവെൽ ഭരണം നടത്തും. ഒലിവർ ക്രോംവെല്ലിൻ്റെ മരണത്തോടുകൂടി പിന്നീട് ജനങ്ങൾ ഈ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തിരുന്ന ചാൾസ് സെക്കൻഡിനെ തിരികെ വിളിച്ച് രാജാവാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1660 മുതൽ 1685 വരെയാണ് ചാൾസ് സെക്കൻഡിൻ്റെ കാലഘട്ടം. 1660 മുതൽ 85 വരെ ഈ കാലഘട്ടത്ത് ചാൾസ് സെക്കൻഡിൻ്റെ കാലത്ത് ഇംഗ്ലണ്ടിൽ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ രൂപം കൊള്ളും. അവയുടെ പേരാണ് വിക്സ് ആൻഡ് ടോറി എന്ന് നമ്മൾ വിളിക്കും. വിക്സ് ആൻഡ് ടോറി. ഈ വിക്സ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി പാർലമെന്റിനെയാണ് പിന്തുണയ്ക്കുന്നത്. അതേസമയം ടോറി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി രാജാവിനെയും രാജാവിൻ്റെ ആശയങ്ങളെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പിന്തുണയ്ക്കുന്നത്. 1679 ഹേബിയസ് കോർപ്പസ് ആക്ട് പാസ്സാക്കുന്നത് ചാൾസ് സെക്കൻഡിൻ്റെ കാലത്താണ്. 1679 ഹേബിയസ് കോർപ്പസ് ആക്ട് പാസ്സാക്കുന്നത് ചാൾസ് സെക്കൻഡിൻ്റെ കാലത്താണ്. ഇംഗ്ലണ്ടിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടു അല്ലേ. നമ്മൾ പറഞ്ഞു കോമൺവെൽത്തിന് ശേഷം പിന്നീട് ഫ്രാൻസിലേക്ക് പലായനം ചെയ്തിരുന്ന ചാൾസ് സെക്കൻഡിനെ തിരികെ വിളിച്ച് രാജാവാക്കുകയാണ് ചെയ്തത്. അങ്ങനെ രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടതിനാൽ ഈ കാലഘട്ടം റീസ്റ്റോറേഷൻ പീരീഡ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. റീസ്റ്റോറേഷൻ പീരീഡ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ചാൾസ് സെക്കൻഡിൻ്റെ കാലത്തെ ഇംഗ്ലണ്ടിലെ ഒരു പ്രധാന രാഷ്ട്രീയ ക്ലബ്ബുണ്ട്. അപ്പോൾ ആ ഒരു ക്ലബിൻ്റെ പേരാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ്. ഗ്രീൻ റിബൺ ക്ലബ്ബ് 1685 ചാൾസ് സെക്കൻഡ് എന്ത് ചെയ്യുന്നു, അന്തരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചാൾസ് സെക്കൻഡിനെ കുറിച്ചാണ് പറഞ്ഞത്. കുറച്ച് പോയിന്റുകളേ ഉള്ളൂ. 1660 മുതൽ 85 വരെയാണ്. പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ കക്ഷികൾ നമ്മൾ ഈ സമയത്ത് പറയും. അവരാണ് വിക്സ് ആൻഡ് ടോറി. 1679 ഹേബിയസ് കോർപ്പസ് ആക്ട് പാസ്സാക്കുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരി ആരാണ്? ചാൾസ് സെക്കൻഡ് ആണ്. ഈ റീസ്റ്റോറേഷൻ പീരീഡ് എന്നറിയപ്പെടുന്നത് ഈ ചാൾസ് സെക്കൻഡിൻ്റെ തിരിച്ചു വരവാണ്, അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വന്ന രാജാവാകുന്നതാണ്. ഈ കാലത്തെ പ്രധാന ഒരു ക്ലബ്ബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ്. ഗ്രീൻ റിബൺ ക്ലബിനെ കുറിച്ച് നോക്കാം. 1674-83 കാലഘട്ടത്തിലാണ് ഈ ക്ലബ്ബ് വരുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധകാലത്തൊക്കെ ചാൻസറി ലൈൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ചാൻസറി ലൈനിലെ കിങ്സ് ഹെഡ് ഭക്ഷണശാലയിൽ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് കിങ്സ് ഹെഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആ കിങ്സ് ഹെഡ് ഭക്ഷണശാലയിൽ രാത്രി ഫുഡ് കഴിക്കാൻ വരുന്ന ആൾക്കാർ അവിടെ ഒത്തുകൂടിയിരുന്ന് ആ ക്ലബിലിരുന്ന് രാഷ്ട്രീയവും മറ്റ് അവിടുത്തെ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒത്തുകൂടി ചർച്ച ചെയ്തിരുന്ന ഒരു ലണ്ടൻ രാഷ്ട്രീയ ക്ലബ്ബാണ് പിന്നീട് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. അതെങ്ങനെ അത് അറിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഈ ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ ക്ലബിൽ ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാരുടെ ഒരു തൊപ്പി ധരിച്ചിരുന്നു. ആ തൊപ്പിയിലെ പച്ച നിറത്തിലുള്ള റിബൺ ഉണ്ടായിരുന്നു. ആ പച്ച നിറത്തിലുള്ള റിബണിൽ നിന്നാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് ഈ പേര് ഇതിന് വരുന്നത്. തുടക്കത്തിൽ കിങ്സ് ഹെഡ് അല്ലേ, നമ്മൾ പറഞ്ഞു ഭക്ഷണശാലയുടെ പേര്. ആ കിങ്സ് ഹെഡ് ക്ലബ്ബ് എന്നാണ് ആദ്യമൊക്കെ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 1679 അത് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ ഏത് രാജാവിൻ്റെ കാലഘട്ടമാണ്? ചാൾസ് സെക്കൻഡിൻ്റെ കാലത്താണ്. അങ്ങനെ 1685 ചാൾസ് സെക്കൻഡ് മരണപ്പെടും. ചാൾസ് സെക്കൻഡിൻ്റെ മരണശേഷം പുതിയ രാജാവ് ഭരണത്തിൽ വരും. ആ പുതിയ രാജാവിൻ്റെ പേരാണ് ജെയിംസ് സെക്കൻഡ്. 1685 അധികാരത്തിൽ വരുന്നുണ്ട് ജെയിംസ് സെക്കൻഡ്.
സ്വേച്ഛാധിപരമായ ഭരണത്തിൽ രാജാവും പാർലമെന്റും തമ്മിൽ തർക്കങ്ങളിലും ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് പറഞ്ഞു അല്ലേ, ജെയിംസ് സെക്കൻഡ് 85-ലാണ് അധികാരത്തിൽ വന്നത്. കുറച്ച് നാളുകാവുമ്പോൾ തന്നെ ഈ രാജാവ് ജെയിംസ് ഫസ്റ്റിനെ പോലെ തന്നെ കൂടുതലും മതങ്ങൾ കൂടുതലും അല്ലെങ്കിൽ മതത്തിൻ്റെ നിയമങ്ങൾ കൂടുതലായി ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഒരു വലിയ കത്തോലിക്ക മതവിശ്വാസിയായിരുന്നു നമ്മുടെ ജെയിംസ് സെക്കൻഡ്. അങ്ങനെ പതിയെ ഇംഗ്ലണ്ടിലെ ജനങ്ങളും രാജാവും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും പാർലമെന്റും രാജാവും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ഈ രാജാവിനെ മാറ്റി പുതിയ ഒരു രാജാവിനെ കൊണ്ടുവരണം എന്ന ആഗ്രഹം ആർക്കും ഉണ്ട്? പാർലമെന്റിനും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പാർലമെന്റിൻ്റെ ക്ഷണപ്രകാരം ഇതേ രാജാവ് ഇപ്പം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ജെയിംസ് സെക്കൻഡിൻ്റെ മകളായ മേരി സെക്കൻഡിനെ വിവാഹം കഴിച്ച് മറ്റൊരു രാജ്യത്തേക്ക് അയച്ചിരിക്കുകയാണ്. ആ രാജ്യത്ത് ഓറഞ്ചിലെ വില്യം മൂന്നിനെയാണ് അല്ലെ വില്യം തേർഡിനെയാണ് നമ്മൾ മേരി സെക്കൻഡിനെ വിവാഹം കഴിച്ചു കൊടുത്തത്. അപ്പോൾ മേരി സെക്കൻഡും ഭർത്താവായ ഓറഞ്ചിലെ വില്യം തേർഡും സൈന്യവുമായി ഇംഗ്ലണ്ടിലേക്ക് വരണം എന്നാണ് നമ്മുടെ പാർലമെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പാർലമെന്റും കൂടി അവരെ സഹായിക്കും. അങ്ങനെ സഹായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ജെയിംസ് സെക്കൻഡിനെ എന്ത് ചെയ്യാം? അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ രാജാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിങ്ങളെ രാജാവാക്കാമെന്ന്. അപ്പോൾ അവരുടെ സൈന്യവുമായിട്ട് വരികയും, അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന രാജാവ്, പാർലമെന്റിൻ്റെയും കൂടെ സഹായം എല്ലാം അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രാജാവ് ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലായി അദ്ദേഹം എന്ത് ചെയ്യും? ഈ രാജ്യം വിട്ട് ഫ്രാൻസിലേക്ക് പാലായനം ചെയ്തു പോകും. അങ്ങനെ മേരി സെക്കൻഡിനെയും വില്യം തേർഡിനെയും ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരികളായി പാർലമെന്റ് പ്രഖ്യാപിക്കും. അങ്ങനെ മേരി സെക്കൻഡിനെയും വില്യം തേർഡിനെയും ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരികളായി പാർലമെന്റ് പ്രഖ്യാപിക്കും. ഈ സംഭവത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിച്ച് പാർലമെന്റിൻ്റെ നേതൃത്വത്തിലുള്ള രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ചു. ഇതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന പേരിൽ, അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന്, അല്ലെങ്കിൽ ഇവിടെ എന്ത് നടന്നില്ല? രാജാവ് ആദ്യം തന്നെ ഫ്രാൻസിലേക്ക് പാലായനം ചെയ്തു പോയി. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ സൈന്യവും അല്ലെങ്കിൽ നമ്മുടെ ഈ മേരി സെക്കൻഡിൻ്റെയും വില്യം തേർഡിൻ്റെയും സൈന്യവുമായിട്ടൊന്നും യുദ്ധം ഉണ്ടായില്ല. ആ യുദ്ധം ഉണ്ടാവാത്തതുകൊണ്ട്, അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഇത് എന്തെന്നറിയപ്പെട്ടു? രക്തരഹിത വിപ്ലവം, മഹത്തായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹംപ്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. എന്തുകൊണ്ടായിരിക്കും ഇവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാവാതിരുന്നതിൻ്റെ കാരണം നേരത്തെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചാൾസ് ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവിനെ ഇവിടുത്തെ പാർലമെന്റ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ ജെയിംസ് സെക്കൻഡിനും അറിയാം ഇവിടെ നിൽക്കുന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും പറ്റാം. അപ്പോൾ ഇപ്പോഴേ പാലായനം ചെയ്ത് രക്ഷപ്പെടുന്നതാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കുന്ന ജെയിംസ് സെക്കൻഡ് ഒരു യുദ്ധത്തിന് മുതിരാതെ എന്ത് ചെയ്യും? ഫ്രാൻസിലേക്ക് പാലായനം ചെയ്യും. അതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജെയിംസ് സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ പുതിയ കിരീടാവകാശിയായിട്ട് അദ്ദേഹത്തിന് ഒരു പുതിയ മകൻ അതായത് അദ്ദേഹം ഒരു കത്തോലിക്ക മതവിശ്വാസിയാണ്. പുതിയ ഒരു മകനെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പുതിയതായി ജനിച്ച ഒരു പുത്രനെ അവന് കത്തോലിക്ക മതത്തിൽ വളർത്തിയെടുക്കുമെന്നും ആ പയ്യനെ പുതിയ ഇംഗ്ലണ്ടിലെ രാജാവാക്കുമെന്നും പറയും. എന്നാൽ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ആംഗ്ലിക്കൻ മതവിശ്വാസികളും പ്യൂരിറ്റന്മാരും ഒക്കെയാണ്. അവർക്ക് ഈ കത്തോലിക്ക മതവിശ്വാസിയായ ഈ രാജാവിനെ തന്നെ സഹിക്കുന്നില്ല. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ രാജാവിൻ്റെ മരണശേഷം വീണ്ടും അവരുടെ ആംഗ്ലിക്കൻ മതത്തിലുള്ള അല്ലെങ്കിൽ പ്യൂരിറ്റൻ സഭയിലൊക്കെയുള്ള ഒരാൾ വീണ്ടും ഭരണത്തിലേക്ക് വരുമെന്നാണ്, മേരി സെക്കൻഡ് വരുമെന്നാണ്. പക്ഷേ രാജാവിൻ്റെ പുതിയ പ്രഖ്യാപനം അവരെ കൂടുതൽ ദേഷ്യത്തിലാക്കുകയും അങ്ങനെയാണ് പാർലമെന്റ് മേരി സെക്കൻഡിനെയും വില്യം തേർഡിനെയൊക്കെ വിളിച്ചു വരുന്നത്. എന്തായാലും നമുക്ക് പഠിക്കാൻ ഇത്രയേ ഉള്ളൂ.
ജെയിംസ് സെക്കൻഡിനെ മാറ്റിയിട്ട് ആര് വരുന്നു? മേരി സെക്കൻഡും വില്യം തേർഡും വരുന്നു. ഇതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അടുത്തത് അങ്ങനെ 88 കാര്യങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞു 1689 1689 ബിൽ ഓഫ് റൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പാർലമെന്റിന്റെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ മേരി സെക്കൻഡും വില്യം തേർഡും രാജാവായിരിക്കുന്നത്. അപ്പോൾ അവരുടെ മുന്നിൽ ഒരു പുതിയ പത്രിക, പുതിയ കുറച്ച് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ അവരതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്പുവയ്ക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? മേരി സെക്കൻഡും വില്യം തേർഡും. ഏത് വർഷം? 1689. എന്താണ് അതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരുന്നത്? അത് ഇംഗ്ലണ്ടിലെ മതസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും, അല്ലെ, അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം എന്നിവ നൽകപ്പെടുന്നത് ഈ ബിൽ ഓഫ് റൈറ്റ്സിലൂടെയാണ്. അതുപോലെ ആംഗ്ലിക്കൻ വിശ്വാസികൾക്ക് മാത്രമേ, നമ്മൾ പറഞ്ഞല്ലേ ആംഗ്ലിക്കൻ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ സഭയൊക്കെ സ്ഥാപിച്ചത്, ആ ആംഗ്ലിക്കൻ വിശ്വാസികൾക്ക് മാത്രമേ ഇംഗ്ലണ്ടിൽ കിരീടാവകാശിയാകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് ഈ ബിൽ ഓഫ് റൈറ്റ്സിലാണ്. ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവയ്ക്കുന്ന ഏത് വർഷമാണ്? 1689. 1689. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു കാര്യമായിട്ട് മാറിപ്പോകരുത്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞ മറ്റൊന്നും കൂടി നമ്മൾ ഇവിടെ തന്നെ പഠിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ ചാൾസ് ഫസ്റ്റിൻ്റെ കാലത്താണ്. അത് 1628. ഇത് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ഇത് 1689. ഇനി ഈ വിപ്ലവം നടക്കുന്നതിന് നമ്മൾ പറഞ്ഞു, ഈ ജെയിംസ് സെക്കൻഡ് എന്ന് പറയുന്ന രാജാവ് വന്നതിന് ശേഷം അവിടെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരും. അത് ജനങ്ങളെ പല വിധത്തിലും ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങൾ അംഗീകരിക്കാൻ പറ്റാതെ കാക്കുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സംഭവങ്ങൾ നമുക്കൊന്ന് പറയാം. ഇപ്പോൾ ഒന്നാമത്തേതാണ് ടെസ്റ്റ് ആക്ട്. 1673 കൊണ്ടുവരുന്ന ടെസ്റ്റ് ആക്ട്. ടെസ്റ്റ് ആക്റ്റും യഥാർത്ഥത്തിൽ ഈ ജനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വിപ്ലവത്തിലേക്ക് നയിക്കുന്നുണ്ട് ടെസ്റ്റ് ആക്ട്. അതുപോലെ മറ്റൊന്നാണ് ടോളറേഷൻ ആക്ട്. ഇതെല്ലാം ഈ അവിടെയുള്ള കത്തോലിക്ക മതവും മറ്റ് മതങ്ങളും തമ്മിലുള്ള ബന്ധപ്പെട്ട ആക്റ്റുകളാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ. ടെസ്റ്റ് ആക്ട്, അതുപോലെ ടോളറേഷൻ ആക്ട്, മ്യൂട്ടിനി ആക്ട്, കോർപ്പറേഷൻ ആക്ട്, അതുപോലെ മഗ്ദലൻ കോളേജിലെ ഒരു ഡിസ്മിസൽ കേസ് ഉണ്ട്. മഗ്ദലൻ കോളേജിലെ കുറച്ച് പ്രൊഫസർമാരെ ഡിസ്മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 7 ബിഷപ്പുമാരുടെ കേസ്. ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായാണ്. ദി അപ്രോപ്രിയേഷൻ ഓഫ് സപ്ലൈസ് ആക്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓപ്ഷനായിട്ട് തരാം, അല്ലേ? 3-4 ഓപ്ഷനായിട്ട് തന്നിട്ട് ഇത്തരം വിപ്ലവങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ആക്റ്റുകൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. മിക്കപ്പോഴും ഇത് അമേരിക്കയിലുള്ള ഷുഗർ ആക്റ്റുമായിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? മിക്സ് ചെയ്ത് തരുന്നത്. എന്നിട്ട് താഴെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായി അല്ലെങ്കിൽ അമേരിക്കയിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് എന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ചോദ്യം വരാൻ സാധ്യതയുള്ളത്. നിങ്ങൾ കൂടുതൽ പ്രാധാന്യം ആദ്യത്തെ 2 കൊടുക്കുക. ഏതാണ്? ടെസ്റ്റ് ആക്ട്, അതുപോലെ ടോളറേഷൻ ആക്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു ആക്ടും കൂടി പറയാം നമുക്ക്. സെറ്റിൽമെന്റ് ആക്ട്, അല്ലെ? സെറ്റിൽമെന്റ് നിയമം. 1701 സെറ്റിൽമെന്റ് നിയമം. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ ആരൊക്കെയാണ്? മേരി സെക്കൻഡും വില്യം തേർഡും ആണ്. ഈ മേരി സെക്കൻഡിനും വില്യം തേർഡിനും ശേഷം ഹാനോവേറിലെ ആനി രാജ്ഞിയും പിന്തുടർച്ച അവകാശികളുമാണ് ഇംഗ്ലണ്ട് ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞു വയ്ക്കുന്ന നിയമമാണ് സെറ്റിൽമെന്റ് നിയമം 1701. അതായത് ഇനി ആര് ഭരണം നടത്തണം എന്ന് കൃത്യമായിട്ട് എഴുതി വയ്ക്കുന്നതാണ് ഏത്? നമ്മുടെ 1701 സെറ്റിൽമെന്റ് നിയമം. നേരത്തെ അങ്ങനെയല്ല. നമ്മൾ രാജാവ് ഇല്ലാതായപ്പോഴത്തേക്ക് ഒരു തവണ സ്കോട്ട്ലൻഡിലുണ്ടായിരുന്ന ജെയിംസ് ഫസ്റ്റിനെ വിളിച്ചുകൊണ്ട് വന്ന് രാജാവാക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് വീണ്ടും ചാൾസ് സെക്കൻഡ് ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു പോയിരുന്ന ചാൾസ് സെക്കൻഡിനെ വിളിച്ചു വരുത്തി നമ്മൾ രാജാവാക്കിയിട്ടുണ്ട്.
ഇപ്പോൾ ഇനി ആരെ രാജാവാക്കണമെന്ന് കൃത്യമായി എഴുതി വയ്ക്കുന്ന നിയമമാണ് സെറ്റിൽമെൻറ്റ് നിയമം. അപ്പോൾ അതിനകത്ത് പറഞ്ഞു വയ്ക്കുന്ന മറ്റ് 2 പോയിന്റുകളാണ്: രാജാവ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരിക്കണം. രാജാവ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരിക്കണം. രാജാവ് രാജ്യാതിർത്തിക്കുള്ളിലായിരിക്കണം വസിക്കേണ്ടത്. രാജാവ് രാജ്യാതിർത്തിക്കുള്ളിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? വസിക്കേണ്ടത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെയാണ് പറഞ്ഞു വയ്ക്കുന്നത്? സെറ്റിൽമെൻറ്റ് നിയമത്തിലാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്ന ഭാഗത്ത് പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലേ, നമ്മൾ വർഷം പറഞ്ഞു 1688 മഹത്തായ വിപ്ലവങ്ങൾ. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് ആ സമയത്തെ രാജാവിനെ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ മഹത്തായ വിപ്ലവത്തിൽ പറയുന്നത്. ഇനി ആരായിരിക്കും ഇംഗ്ലണ്ടിൽ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ പാർലമെൻറ്റാണ്. കാരണം പാർലമെൻറ്റാണ് ഇപ്പോൾ രാജാവിന്, അതായത് മേരി സെക്കൻഡിനെയും വില്യം തേർഡിനെയും കൊണ്ടുവന്നത്. അതിനുശേഷം അവർക്ക് ഭരണം കൊടുക്കുന്നതും ഇനി അങ്ങോട്ടുള്ള നിയമങ്ങളിൽ കൂടുതൽ അധികാരം കാണിക്കുന്നതും പാർലമെൻറ്റാണ്. അപ്പോൾ നമ്മളിനി രാജാവ് എന്ന ഒരു ഫോക്കസ് കുറഞ്ഞിട്ട് ആരിലേക്ക് മാറും? ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിലേക്ക് മാറുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിലും അതിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇംഗ്ലണ്ടിലെ 1ാം പാർലമെൻറ്റ് പരിഷ്കരണം നടക്കുന്നത് ഏത് വർഷമാണ്? ഇംഗ്ലണ്ടിലെ 1ാം പാർലമെൻറ്റ് പരിഷ്കരണം നടക്കുന്നത് 1832 1832 2ാം പാർലമെൻറ്റ് പരിഷ്കരണം നടക്കുന്നത് 1867 ഇംഗ്ലണ്ടിലെ 3ാം പാർലമെൻറ്റ് പരിഷ്കരണം നടക്കുന്നത് 1884 അതെ, രാജാവിൽ നിന്നും മാറി കൂടുതൽ പ്രാധാന്യം ആർക്ക് മാറുകയാണ്? പാർലമെൻറ്റിലേക്ക് മാറുകയാണ്. അങ്ങനെ ലോകത്തിലെ തന്നെ ആദ്യ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് 1721 റോബർട്ട് വേൾപൂൾ ആണ്. റോബർട്ട് വേൾപൂൾ 1721. അതുപോലെ ഇദ്ദേഹമാണ് ലോകത്താദ്യമായിട്ട് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ക്യാബിനറ്റ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ഈ റോബർട്ട് വേൾപൂൾ. അതായത് ഓരോ മന്ത്രിമാർക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയാണ്. ഓരോ അതായത് ഇപ്പം ഗതാഗതം ഒരാൾക്ക്, അതുപോലെ ധനകാര്യം മറ്റൊരാൾക്ക്, അങ്ങനെ ഓരോ മന്ത്രിമാർക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്ന രീതി കൊണ്ടുവന്നത് അഥവാ ക്യാബിനറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് റോബർട്ട് വേൾപൂൾ ആണ്. ഇംഗ്ലണ്ടിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആവുന്നത്, ഇപ്പം നമ്മൾ ആദ്യത്തെ പ്രധാനമന്ത്രിയെ പറഞ്ഞു, ആരാണ്? ലോകത്തിലെ തന്നെ ആദ്യ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് റോബർട്ട് വേൾപൂൾ ആണ്. വനിതാ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ വനിതാ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് മാർഗരറ്റ് താച്ചർ ആണ്. എന്നാണ് 1979 കാലഘട്ടത്താണ് മാർഗരറ്റ് താച്ചർ എന്ത് ചെയ്യുന്നത്? ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആകുന്നത്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായും നമ്മളൊരു പ്രസ്ഥാനത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായും രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയും ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. അപ്പോൾ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായും രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയും ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തുമായി അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞാണ്? അവസാനത്തെ പോയിന്റുകളെല്ലാം പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണ്. 3 തവണയുള്ള പരിഷ്കരണം അല്ലേ, പാർലമെൻറ്റിലുണ്ടായ പരിഷ്കരണത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ ആദ്യ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹമാണ് ക്യാബിനറ്റ് സമ്പ്രദായം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. വനിതാ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു. ഇനി ആ രാഷ്ട്രീയ പരിഷ്കരണത്തിന് വേണ്ടിയൊക്കെ അവിടെ ഒരു പ്രധാനമായ ഒരു പ്രസ്ഥാനം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് എന്ത്? ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. അപ്പോൾ വ്യാവസായിക വിപ്ലവം എന്താണ് ആ കാലഘട്ടം, എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറച്ച് കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. 1750 മുതൽ 1850 വരെയുള്ള ഒരു പീരീഡ് കാലഘട്ടത്തെയാണ് നമ്മൾ ആ വ്യാവസായിക വിപ്ലവം നടന്ന കാലഘട്ടം എന്ന് വിളിക്കുന്നത്. പല ടെക്സ്റ്റുകളിലും ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. 1780 മുതൽ 1850 വരെ എന്ന് വരാറുണ്ട്.
1780 മുതൽ 1830 വരെ എന്നൊക്കെ വരാറുണ്ട്. എന്തായാലും ആ ഒരു കാലഘട്ടത്താണ് ഇത്രയും വലിയ മാറ്റങ്ങൾ ഇംഗ്ലണ്ടിൽ വരുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് പറയാൻ പോകുന്നത്. വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം അത് ചോദിച്ചാൽ എന്ത് തന്നെയാണ്? ഇംഗ്ലണ്ടാണ് വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപാദന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, അതിനു മുൻപൊക്കെ കൈകൊണ്ട് കുറേ നാളെടുത്ത് നെയ്തുകൊണ്ടിരുന്ന തുണിത്തരങ്ങൾ വ്യാവസായിക വിപ്ലവം കാരണം കുറേ പുതിയ യന്ത്രങ്ങൾ കൊണ്ടുവരികയും ആ പുതിയ യന്ത്രങ്ങൾ വഴി വളരെ പെട്ടെന്ന് ആ തുണിത്തരങ്ങൾ എന്ത് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു? നെയ്ത് മാറ്റാനും പറ്റുന്നു, അല്ലെങ്കിൽ നെയ്തെടുക്കാനും പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് വ്യാവസായിക വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. ആദ്യമായി വ്യാവസായിക വിപ്ലവം എന്ന പദം ഉപയോഗിക്കുന്നത് ജോർജ് മിഷേൽ എന്ന് പറയുന്ന ഫ്രാൻസിലുള്ള ആളും അതുപോലെ ഫ്രെഡറിക് എംഗിൾസ് എന്ന് പറയുന്ന ജർമ്മനിയിലുള്ളവരുമാണ്. അപ്പോൾ ജോർജ് മിഷേലും അതുപോലെ ഫ്രെഡറിക് എംഗിൾസുമാണ് വ്യാവസായിക വിപ്ലവം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുവരെയും ആ ഒരു വാക്ക്, അതായത് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി, എങ്കിലും വ്യാവസായിക വിപ്ലവം എന്ന വാക്കൊന്നും ആരും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. ആദ്യമായി ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു, ഇതൊരു വിപ്ലവമുള്ള കാലഘട്ടം തന്നെയാണ്, ഈ കാലഘട്ടത്തെ നമുക്ക് വ്യാവസായിക വിപ്ലവം എന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് അതിനെ വിശേഷിപ്പിച്ച രണ്ട് വ്യക്തികളാണ് ആരൊക്കെ? ജോർജ് മിഷേലും അതുപോലെ ആരാണ്? ഫ്രെഡറിക് എംഗിൾസും. ഇംഗ്ലണ്ടില് വ്യാവസായിക വിപ്ലവം എന്ന പദം ഉപയോഗിച്ചത് അർണോൾഡ് ടോയിൻബി എന്ന ആളാണ്. അർണോൾഡ് ടോയിൻബി ആണ് ഇംഗ്ലണ്ടില് വ്യാവസായിക വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പോൾ ലോകത്ത് തന്നെ ആദ്യമായി ഉപയോഗിച്ച ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജോർജ് മിഷേലും ഫ്രെഡറിക് എംഗിൾസും ആണ്. ഇംഗ്ലണ്ടിൽ ചോദിച്ചാൽ അതാരാണ്? അർണോൾഡ് ടോയിൻബി ആണ് ആ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. 1780 1850 ഇടയിലുള്ള സമയത്തെ TS അഷ്ടൺ എന്ന് പറയുന്ന ചരിത്രകാരൻ വിശേഷിപ്പിച്ചത് യന്ത്രോപകരണങ്ങളുടെ തൂത്തുവാരൽ, അതായത് എല്ലാവരുടെയും ജോലി മുഴുവനും എന്ത് കൊണ്ടുപോകുന്നു? യന്ത്രോപകരണങ്ങൾ കൊണ്ടുപോവുകയാണ് എന്ന രീതിയിൽ ആ ഒരു കാലഘട്ടത്തെ തന്നെ യന്ത്രോപകരണങ്ങളുടെ തൂത്തുവാരൽ എന്ന് വിശേഷിപ്പിച്ചത് TS അഷ്ടൺ എന്ന് പറയുന്ന ചരിത്രകാരനാണ്. അടുത്തത് ഇംഗ്ലണ്ടില്. അപ്പോൾ അതിനു മുൻപ് എന്താണ് ചെയ്തിരുന്നതെന്നാണ്, കച്ചവടക്കാർ വിൽപ്പനയ്ക്ക് ആവശ്യമായ സാധനങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് വീട്ടുതൊഴിൽ സമ്പ്രദായം എന്നറിയപ്പെടുന്ന ഉൽപാദന സമ്പ്രദായം. അതായത് അന്ന് വരെ എങ്ങനെയാണ് തുണി നെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി ഇതുപോലെ നൂലും തയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീട്ടിൽ തയ്ക്കാൻ അറിയാവുന്ന ഒരു ആളിനെ കൊണ്ട് സമീപിച്ചിട്ട് ഇതിങ്ങനെ എനിക്ക് തയ്ച്ചു തരണം എന്ന് ആവശ്യപ്പെടും. അവരെന്ത് ചെയ്യും? അത് തയ്ച്ചു കൊടുക്കും. തയ്ച്ച് കിട്ടുന്ന സാധനവുമായിട്ട് ഈ വ്യക്തി വിൽക്കാനുള്ള ആൾ ആരാണോ അവർക്ക് എന്ത് ചെയ്യും? കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് അന്ന് വരെ തൊഴിൽ നിലനിന്നിരുന്നത്. അപ്പോൾ എല്ലാവർക്കും, ഒരുപാട് ആൾക്കാർക്കും തൊഴിൽ കിട്ടുമായിരുന്നു. ഈ സമയത്താണ് പുതിയ യന്ത്രങ്ങളുടെ കടന്നുവരവ് ഉണ്ടാവുന്നത്. യന്ത്രങ്ങളുടെ കടന്നുവരവ് ഉണ്ടാവുന്നതോടുകൂടി ഒരു ഫാക്ടറികൾ ഉണ്ടാവുകയാണ്. അപ്പോൾ തൊഴിലുകളെല്ലാം എവിടേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങും? ഫാക്ടറികളിലേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങും. അങ്ങനെ യന്ത്രോപകരണങ്ങളുടെ വരവോടെ വീടുകളിൽ നിന്നും തൊഴിലുകൾ എങ്ങോട്ട് മാറി? അവരുടെ ജോലികളൊക്കെ എങ്ങോട്ട് മാറുകയാണല്ലേ? ഫാക്ടറികളിലേക്ക് മാറുകയാണ്. പിന്നീട് വ്യവസായവൽക്കരണത്തോടെ അപ്പോൾ നമുക്ക് മനസ്സിലായി കുറേ എന്ത് വേണം? കുറേ യന്ത്രങ്ങൾ വേണം. ആ യന്ത്രം നിർമ്മിക്കുന്നതിന് ഇരുമ്പ് വേണം. ആ ഇരുമ്പിൻ്റെ ഉപയോഗം വേണം. ഇരുമ്പിൻ്റെ ആവശ്യം വർദ്ധിക്കും. ആ ഇരുമ്പിനെ ഉരുക്കി അതിൻ്റെ എന്താണോ ആക്കേണ്ടത് ആ രീതിയിൽ ആക്കുന്നതിന് എന്തും വേണം? കൽക്കരി വേണം, അതായത് ഊർജം വേണം. അതിന് കൽക്കരി കത്തിച്ചാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഊർജം കിട്ടുന്നത്. അപ്പോൾ കൽക്കരിയുടെയും ഇരുമ്പിൻ്റെയൊക്കെ ആവശ്യം ഒരുപാട് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യാവസായികവൽക്കരണം സംഭവിക്കുമ്പോൾ ഒരുപാട് പേർക്ക് വീട്ടുതൊഴിൽ സമ്പ്രദായം എന്നറിയപ്പെട്ടിരുന്നു അല്ലേ? അങ്ങനെ ഉണ്ടായിരുന്ന ഒരുപാട് പേർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടും. ഇപ്പം ഇംഗ്ലണ്ടിലാണെങ്കിൽ പോലും സാധാരണക്കാർക്ക് ആ തൊഴിൽ നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അവർ ഇംഗ്ലണ്ടിലെ ഫാക്ടറികളൊക്കെ കത്തിച്ച് കളയുന്നുണ്ട്, അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. ഈ ജനങ്ങളെയൊക്കെ ഇംഗ്ലണ്ടിൽ അന്നുണ്ടായിരുന്ന പോലീസ് സംവിധാനങ്ങൾ എന്ത് ചെയ്യും? അവരെ കുറേ പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറേ പേരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്.
ബാക്കി ഒരുപാട് പേര് അവർ ആ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നുണ്ട്, അതായത് നാട് കടത്തുന്നുണ്ട്. നാട് കടത്തി ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ അന്ന് കണ്ടുപിടിക്കുന്ന പുതിയ ദ്വീപ പ്രദേശം പോലെയാണ് ഓസ്ട്രേലിയയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ ദ്വീപുകളിലേക്ക് ആ ഇംഗ്ലണ്ടിൽ അന്ന് ജീവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ കുറ്റം ചെയ്ത ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി തള്ളുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിൽ നടന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത നമ്മളൊരു ചോദ്യം, ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്ന് കുറച്ച് പോയിന്റുകളാണ്. അതിലൊന്ന് എന്താണ്? രാഷ്ട്രീയ സുസ്ഥിരത. സ്ഥിരതയുള്ള ഒരു ഭരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം മാറ്റങ്ങൾക്ക് വേണ്ടി മാറ്റങ്ങൾ ഉണ്ടാവത്തുള്ളൂ. അതായത് ഒരു മുതലാളി കുറേ പൈസ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കണമെങ്കിൽ ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു ബോധ്യം വേണം. അതിന് ഏകദേശം ഭരണം സ്ഥിരമാണെങ്കിലേ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം ആൾക്കാർ തന്നെ ഭരണം നടത്തുകയാണെങ്കിലേ ആ മുതലാളിക്ക് അത് കണ്ട് എന്ത് ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ രാഷ്ട്രീയ സുസ്ഥിരത ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കൂടുതൽ പൈസ യന്ത്രവൽക്കരണത്തിന് വേണ്ടിയൊക്കെ അവരെന്ത് ചെയ്തത്, ചെലവാക്കിയത്. അതുപോലെ ബാങ്കുകൾ, പൈസയുടെ കുറവുണ്ടായിരുന്ന ആൾക്കാർക്ക് പൈസ കൊടുത്ത് അവരെ എന്ത് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടി ബാങ്കുകൾ ഉണ്ടായിരുന്നു. കോളനികൾ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിന്. ഇംഗ്ലണ്ടിൻ്റെ കോളനികളിൽ നിന്ന് ആവശ്യാനുസരണം അവർക്ക് എന്ത് കിട്ടുമായിരുന്നു? മൂലധനം. അതായത് പരുത്തിയാണ് ഇവിടെ നിന്ന് വേണ്ടതെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടും. അതുപോലെ എന്തൊക്കെയാണോ അവർക്ക് ഒരു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടത്, അതിനാവശ്യമായ സാധനങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവരുടെ കോളനികളിൽ നിന്ന് അവരെ ചൂഷണം ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ കൽക്കരി, ഇരുമ്പ് എന്നിവയുടെ സാന്നിധ്യവും ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടി? ഇതെല്ലാം ഈ യന്ത്രങ്ങൾ ഉണ്ടാക്കുവാനും ഈ വ്യാവസായിക വിപ്ലവം ഉണ്ടാക്കാനും പറ്റി. അതുപോലെ അവരുടെ തന്നെ ഉപഭോഗത്തിൽ ബ്രിട്ടനിൽ ഈ സാധനങ്ങളുടെ എല്ലാം ഉപഭോഗം കൂടി, അപ്പോൾ അതിൻ്റെ ആവശ്യകത കൂടി, അപ്പോൾ അവയെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാമാണ് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ഉണ്ടാകുവാനുള്ള പ്രധാന കാരണങ്ങൾ. അടുത്തത് വസ്ത്രനിർമ്മാണ രംഗത്ത്. അപ്പം ഇനി നമ്മൾ കുറച്ച് കണ്ടുപിടുത്തങ്ങളിലേക്ക് പോവുകയാണ്. വസ്ത്രനിർമ്മാണ രംഗത്ത് ആദ്യമായി കണ്ടുപിടിച്ച യന്ത്രം ഏതാണ്? ആദ്യമായി കണ്ടുപിടിച്ച യന്ത്രത്തിൻ്റെ പേരാണ് ഫ്ലൈയിങ് ഷട്ടിൽ. മലയാളത്തിൽ പറക്കുന്ന ഓടം എന്ന് ബുക്കുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പം പറക്കുന്ന ഓടം എന്നറിയപ്പെടുന്ന ഫ്ലൈയിങ് ഷട്ടിൽ ആണ് വസ്ത്രനിർമ്മാണ രംഗത്ത് ആദ്യമായി കണ്ടുപിടിച്ച യന്ത്രം. ഏത് വർഷമാണ് അത് കണ്ടുപിടിക്കുന്നത്? അത് കണ്ടുപിടിക്കുന്നത് 1733 ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിക്കുന്നത്, അഥവാ പറക്കുന്ന ഓടം കണ്ടുപിടിക്കുന്നത്. ഈ കണ്ടുപിടുത്തങ്ങൾ കുറച്ച് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചാർട്ടാക്കിയിട്ടുള്ളത്. നമുക്കൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ 1733 ഫ്ലൈയിങ് ഷട്ടിലാണ് നമ്മൾ പറഞ്ഞത്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ജോൺ കെയ് അല്ലേ? ജോൺ കെയ്. അടുത്തത് സ്പിന്നിങ് ജെന്നി ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് എന്ത് കണ്ടുപിടിക്കുന്നത്? സ്പിന്നിങ് ജെന്നി കണ്ടുപിടിക്കുന്നത്. അടുത്തത് മ്യൂൾ കണ്ടുപിടിക്കുന്നത് സാമുവൽ ക്രോംപ്ടൺ മ്യൂൾ ആണ്. സാമുവൽ ക്രോംപ്ടൺ മ്യൂൾ. അടുത്ത ഒന്നാണ് പവർലൂം കണ്ടുപിടിക്കുന്ന ആരാണ്? കാർട്ടറൈറ്റ് ആണ് പവർലൂം കണ്ടുപിടിക്കുന്നത്. അടുത്തത് വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചത് റിച്ചാർഡ് ആർക്കറൈറ്റ് ആണ് വാട്ടർ ഫ്രെയിം കണ്ടുപിടിക്കുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഏതാണ്ട് ലോക്കോമോട്ടീവ് കണ്ടുപിടിക്കുന്നത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. അടുത്ത ആവിയന്ത്രം കണ്ടുപിടിച്ച ആരാണ്? ജെയിംസ് വാട്ട്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സേഫ്റ്റി ലാമ്പ് കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി. അപ്പോൾ പ്രധാന കണ്ടുപിടുത്തങ്ങളാണ്. ഈ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം കാലഘട്ടം നോക്കൂ. ഒരു 1733 ഫ്ലൈയിങ് ഷട്ടിൽ. പിന്നീട് 1750 ശേഷമാണ് ഒരുപാട് യന്ത്രങ്ങൾ ഇംഗ്ലണ്ടിൽ കണ്ടുപിടിക്കുന്നത്. 1815 വരെയുള്ള ഒരു കാലഘട്ടം. അതിനുശേഷവും കണ്ടുപിടുത്തങ്ങളും യന്ത്രങ്ങളും ഒക്കെ ഒരുപാട് വരികയും ഈ കാലഘട്ടങ്ങളിലെ പുതിയ യന്ത്രങ്ങളിലൂടെ കൂടുതൽ നൂതനമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇതാണ് വ്യാവസായിക വിപ്ലവത്തിന് കാരണമായി മാറുന്നത്. പ്രധാനപ്പെട്ട 4 കണ്ടുപിടുത്തം ഒന്നുകൂടി പറഞ്ഞിട്ട് പോകാം. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെയ്,
സ്പിന്നിംഗ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്, ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻസൺ, ആവിയന്ത്രം ജെയിംസ് വാട്ട്. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഇങ്ങനെ നിർമ്മിച്ച സാധനങ്ങളെല്ലാം അവർ കയറ്റി അയച്ചത് അല്ലെങ്കിൽ കയറ്റുമതി ചെയ്തിരുന്നത് ഇന്ത്യയിലേക്കും തെക്കേ അമേരിക്കയിലേക്കുമാണ്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പരുത്തി കൊണ്ടുപോയി തുണി ഉണ്ടാക്കിയതിന് ശേഷം ആ തുണി കൊണ്ടുവന്ന് വിറ്റിരുന്നത് എവിടെയാണ്? അത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയുള്ള ഒരാൾ ഒരാഴ്ച കൊണ്ടായിരിക്കും ഒരു തുണി നെയ്ത് നമുക്ക് തരുന്നത്. പക്ഷേ അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ നമുക്ക് തുണി കിട്ടുമ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന തുണി വാങ്ങും. സ്വാഭാവികമായും ഇവിടെയുള്ള ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം ഇത് ഇംഗ്ലണ്ടുകാർ ഈ സാധനങ്ങൾ കയറ്റുമതി ചെയ്തിരുന്ന എങ്ങോട്ടൊക്കെയാണ്? ഇന്ത്യയിലേക്കും തെക്കേ അമേരിക്കയിലുള്ള രാജ്യങ്ങളിലേക്കൊക്കെയുമാണ് കയറ്റുമതി ചെയ്തിരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ സാമ്പത്തികം ഇംഗ്ലണ്ടുകാർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വ്യാവസായിക വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന സമ്പദ് വ്യവസ്ഥയെ അറിയപ്പെടുന്നത് എന്തെന്നാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അടുത്തത് വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന സംഭവമാണ് പീറ്റർലൂ കൂട്ടക്കൊല. പീറ്റർലൂ കൂട്ടക്കൊല. വ്യവസായശാലകളിലെ ജോലി സമയം 18 മണിക്കൂർ വരെ ആയിരുന്നു. അപ്പോൾ 18 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. ഒരു ദിവസം എത്ര മണിക്കൂറാണുള്ളത്? 24 മണിക്കൂർ. അതിൽ 18 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വ്യവസായശാലകളിലെ ഫാക്ടറികളിലെ ആൾക്കാർക്ക്. അപ്പോൾ ഈ ജോലിയിലെ അതുപോലെ തന്നെ ജോലിയിലെ ചെറിയ വീഴ്ചകൾക്ക് പോലും വലിയ പിഴയും ചുമത്തിയിരുന്നു. ജോലിയിൽ ചെറിയ വീഴ്ചയ്ക്ക് വലിയ പിഴ ചുമത്തിയിരുന്നു. അപ്പോൾ ഇതിനെതിരെയൊക്കെ തൊഴിലാളികൾ സംഘടിക്കാൻ തുടങ്ങുകയും ഇവർക്കെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനി ഒരിക്കലും സംഭവിക്കരുത് എന്ന് മനസ്സിലാകുന്ന ഗവൺമെൻറ് ഒരു പുതിയ നിയമം കൊണ്ടുവരും. കോമ്പിനേഷൻ നിയമം എന്നാണ് 1800 കൊണ്ടുവരും. 1800 പാർലമെൻറ്റ് പാസ്സാക്കിയ കോമ്പിനേഷൻ നിയമപ്രകാരം തൊഴിലാളികൾ സംഘം ചേരുന്നത് തടഞ്ഞു. അപ്പോൾ തൊഴിലാളികൾ ഇനി എന്ത് ചെയ്യാൻ പാടില്ല? സംഘം ചേരാൻ പാടില്ല. കാരണം സംഘം ചേർന്നാലല്ലേ ഇവർ നമുക്കെതിരെ പ്രതികരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു ചൂഷണത്തിൽ ഒരിക്കലും സഹിക്കാൻ വയ്യാതെ 1819 ഓഗസ്റ്റ് 16 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലെ സെൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിൽ അവരെന്ത് ചെയ്തു? 80,000-ഓളം ജനങ്ങൾ ചേർന്ന് പ്രതിഷേധിച്ചു. അപ്പോൾ കോമ്പിനേഷൻ നിയമം പറയുന്നത് നിങ്ങൾ കൂട്ടം കൂടാൻ പോലും പാടില്ല, സംഘങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ആ ഒരു ചൂഷണത്തിനെതിരെ ഇംഗ്ലണ്ടിലെ സെൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിൽ 1819 ഓഗസ്റ്റ് 16 80,000-ഓളം വരുന്ന ജനങ്ങൾ പ്രതിഷേധിച്ചു. ഈ പ്രതിഷേധത്തിന് നേരെ വെടിവയ്പ് ഉണ്ടാവുകയും വെടിവയ്പിൽ 11 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പീറ്റർലൂ കൂട്ടക്കൊല. സെൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിൽ നടന്നതാണ് ഇത് പീറ്റർലൂ കൂട്ടക്കൊല. വർഷം 1819. അങ്ങനെ ഈ കൂട്ടക്കൊല ഉണ്ടായി. ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ കൂടി. അവസാനം എന്തായാലും പിന്നീട് 1837 ഇംഗ്ലണ്ട് ഫാക്ടറി നിയമം പാസ്സാക്കി. ഫാക്ടറി നിയമം, എത്ര മണിക്കൂർ ജോലി ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഫാക്ടറി നിയമം ഇംഗ്ലണ്ട് പാസ്സാക്കി. ഈ ഫാക്ടറി നിയമം പാസ്സാക്കുന്ന ആദ്യ രാജ്യവും ഏത് തന്നെയാണ്? ഇംഗ്ലണ്ടാണ്. ഫാക്ടറി നിയമം പാസ്സാക്കുന്ന ആദ്യ രാജ്യവും ഇംഗ്ലണ്ടാണ്. ലോകത്താദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യവും ഏത് തന്നെയാണ്? ഇംഗ്ലണ്ട് തന്നെയാണ്. ലോകത്താദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യവും ഇംഗ്ലണ്ടാണ്. അപ്പോൾ അവർ ചുമ്മാ അംഗീകരിച്ചതല്ല അല്ലേ? അതിനു മുൻപ് പീറ്റർലൂ കൂട്ടക്കൊലകൾ പോലെ കുറേ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ആ ലോകത്താദ്യമായി തൊഴിലാളി സംഘടനകളെ എന്ത് ചെയ്യുന്നത്? ഇംഗ്ലണ്ട് അംഗീകരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആ ഒരു ടോപ്പിക്കിൽ ഫാക്ടറിയും ആ ജനവുമായിട്ട് വന്ന് പറയുന്നത്. ഇനി നമ്മൾ ഗതാഗത വാർത്താവിനിമയ രംഗം കൂടി നോക്കുകയാണ്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാരണമാകുന്ന കുറേ ഗതാഗത വാർത്താവിനിമയ രംഗത്തെക്കുറിച്ചും കൂടി പറയുകയാണ്. അതായത് കൽക്കരിയും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇരുമ്പും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൊണ്ടെത്തിച്ചാൽ മാത്രമേ ഈ മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഗതാഗതം വാർത്ത അല്ലെങ്കിൽ ഗതാഗത രംഗത്തിന് വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരണം. അപ്പോൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സാധനങ്ങളെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു മാർഗം അവർക്ക് വേണമായിരുന്നു. അങ്ങനെയാണ് അവർ കനാൽ വഴിയുള്ള സഞ്ചാരം അല്ലെങ്കിൽ നമ്മുടെ ജലഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ആദ്യമായി ഇംഗ്ലീഷ് കനാൽ നിർമ്മിക്കും. അപ്പോൾ ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് ഒരു കനാൽ കൊണ്ടുവരുന്നുണ്ട്. ആ കനാലിൻ്റെ പേരാണ് വോഴ്സ്ലി കനാൽ. വോഴ്സ്ലി കനാൽ കൊണ്ടുവന്ന ആളാണ് ജെയിംസ് ബ്രിൻലി കൊണ്ടുവന്ന വോഴ്സ്ലി കനാലാണ് ഇംഗ്ലീഷ് കനാൽ, ആദ്യ ഇംഗ്ലീഷ് കനാൽ എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് ബെർമിംഗ്ഹാം എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്. ആ നഗരത്തിൻ്റെ തന്നെ വളർച്ചയ്ക്ക് കാരണമായ മറ്റൊരു കനാലാണ്. ആ കനാലിൻ്റെ പേരാണ് ബ്രിസ്റ്റൽ കനാൽ. എന്തായിരുന്നു പേര്? ബ്രിസ്റ്റൽ കനാൽ. അപ്പം ബെർമിംഗ്ഹാം നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായ കനാലാണ് ബ്രിസ്റ്റൽ കനാൽ. അപ്പം നമ്മൾ കനാലിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് തീവണ്ടിയെ കുറിച്ചാണ്. ആവിയന്ത്രം കൊണ്ടുള്ള റോക്കറ്റ് എന്ന തീവണ്ടി കണ്ടുപിടിച്ചത് ആരാണെന്നാണ്. ആവിയന്ത്രം കൊണ്ടുള്ള റോക്കറ്റ് എന്ന തീവണ്ടി കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് 1830 ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നിന്ന് മാഞ്ചസ്റ്റർ വരെ ആയിരുന്നു ആദ്യ തീവണ്ടി യാത്ര. അപ്പോൾ തീവണ്ടിയും കൂടി വരുന്നതോടുകൂടി കരമാർഗം അവർക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളും കൂടി കൂടുതൽ ഈസി ആയിട്ട് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇംഗ്ലണ്ടിലെ ഗതാഗത രംഗം വലിയ രീതിയിൽ വികസിക്കാൻ കാരണമായതാണ്. അടുത്തത് കുറച്ച് ബുക്കുകളെ കുറിച്ചാണ് അല്ലേ. ഒരു ബുക്ക് ഏതാണ്? ഹാർഡ് ടൈംസ് എന്നത് എന്തിനെ കുറിച്ചുള്ളതാണ്? നമ്മുടെ ഈ വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ടൊരു ബുക്കാണ്. ആരാണ് എഴുതിയത്? ചാൾസ് ഡിക്കൻസിൻ്റെ ഹാർഡ് ടൈംസ് എന്തുമായി ബന്ധപ്പെട്ടാണ്? വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വ്യാവസായിക വിപ്ലവം പശ്ചാത്തലമാക്കി ഹാർഡ് ടൈംസ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ചാൾസ് ഡിക്കൻസ്. അതേസമയം മോഡേൺ ടൈംസ് എന്ന മൂവി ആരുടെ ആയിരുന്നു? അത് ചാർലി ചാപ്ലിൻ്റെ മൂവിയാണ് മോഡേൺ ടൈംസ്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ബുക്ക് എഴുതിയത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇതെല്ലാം എന്തിനെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എന്തിനെ പശ്ചാത്തലമാക്കുന്നതാണ്? നമ്മുടെ വ്യാവസായിക വിപ്ലവത്തെ പശ്ചാത്തലമാക്കുന്നതാണ്. അടുത്തത് ലുഡിസം. എന്താണ് ലുഡിസം എന്നാണ്? വ്യാവസായിക വിപ്ലവത്തിനെതിരെയുള്ള ജനറൽ നെഡ് ലുഡിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനമാണ് ലുഡിസം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഞാൻ പറഞ്ഞു, വ്യാവസായിക വിപ്ലവം എല്ലാ ജനങ്ങൾക്കും അത്ര നല്ലതായിരുന്നില്ല. ഒരു വിഭാഗം ജനങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, അവരെയും പട്ടിണിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടതിനെതിരെയൊക്കെ അവരും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതികരിച്ചതിൽ ഒരു പ്രസ്ഥാനമാണ് നമ്മൾ ഈ പറഞ്ഞത് ലുഡിസം എന്ന് പറയുന്നത്. വ്യാവസായിക വിപ്ലവത്തിന് എതിരെയാണ് ഈ ലുഡിസം എന്ന പ്രസ്ഥാനം പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊത്തത്തിൽ നോക്കിയത് ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ചാണ്. അതിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു, പ്രധാനപ്പെട്ട കുറച്ച് കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പറഞ്ഞു, പീറ്റർലൂ കൂട്ടക്കൊലയെക്കുറിച്ച് പറഞ്ഞു, പിന്നീട് ഗതാഗത വാർത്താവിനിമയ രംഗങ്ങളിലുള്ള കുറച്ച് മാറ്റങ്ങളും കൂടി പറഞ്ഞു. അപ്പോൾ അത് അവസാനം നമ്മൾ ലുഡിസം ഇതിൽ പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ മൊത്തത്തിൽ നോക്കാനുള്ളത്. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.